أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إن الله وملائكته يصلون على النبي يا أيها الذين آمنوا صلوا عليه وسلموا تسليما. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه وصل على جميع الأنبياء والمرسلين والحمد لله رب العالمين. السلام عليكم ورحمة الله. പ്രിയ സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെല്ലാവരെയും ദുനിയാവിലും ആഖിറത്തിലും എല്ലാ ലോകങ്ങളിലും അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ തെറ്റുകുറ്റങ്ങളൊക്കെ അല്ലാഹു പുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. നമ്മള് ഹുസൂസിലിക്കമില്ല പിന്നെ യാക്കൂബ് അലൈഹിസ്സലാമുമായി ബന്ധപ്പെട്ട കലിമ യാക്കൂബിയ എന്ന അധ്യായമാണ് ചർച്ച ചെയ്യുന്നത്. ഇതിലെ ഷെയ്ഖ് നമുക്ക് പറഞ്ഞു തരുന്നത് ദീനിന്റെ അർത്ഥങ്ങളെ കുറിച്ചാണ് പറഞ്ഞു തരുന്നത്. ഇപ്പൊ ഷെയ്ഖിന്റെ ഒരു സമീപനം എന്ന് പറഞ്ഞാല് വാക്കുകളുടെ ബാഹ്യമായ അർത്ഥങ്ങളെ അവഗണിച്ചുകൊണ്ടൊന്നും ഷെയ്ഖൊന്നും പറയാറില്ല. ഇവിടെ ബാഹ്യമായ ഭാഷാപരമായ അർത്ഥവും അതുപോലെ തന്നെ നമ്മുടെ ദീനിന്റെ സാങ്കേതികമായ രീതിയിലുള്ള അതിന്റെ അർത്ഥവും എല്ലാം പരിഗണിച്ചുകൊണ്ട് അതിനെ എന്താണെന്ന് നമുക്ക് ക്ലാരിഫൈ ചെയ്യുന്ന ഒരു സമീപനമാണ് ഷെയ്ഖുൽ അക്ബർ എല്ലായിടത്തും സ്വീകരിച്ചിട്ടുള്ളത്. ബാഹ്യമായ അർത്ഥങ്ങള് അടഞ്ഞ അധ്യായങ്ങളായി പലർക്കും മാറുകയും എന്നാൽ അതിനോട് കടിച്ചു തൂകുകയും ചെയ്യുന്നതിന് പകരം അവയെന്താണ് എന്ന് പിന്നെ വളരെ ലളിതമായി നമുക്ക് പല സ്ഥലങ്ങളിലും ഷെയ്ഖ് വ്യക്തമാക്കി തരുന്നുണ്ട്. ഇവിടെ ദീനിന്റെ കാര്യത്തിലും അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. അപ്പൊ ദീനിന്റെ ആ ഒരു അർത്ഥം ഇൻഖിയാദ് എന്നൊരർത്ഥം, ഇൻഖിയാദ് എന്ന ഒരർത്ഥം എന്ന് പറഞ്ഞാൽ അനുസരണം എന്നാണ്, സമർപ്പണം, അനുസരണം എന്നൊക്കെയാണ്. അപ്പൊ അത് ഒരു നാമൂസ്, ഒരു ഷറഇനുള്ള അനുസരണമാണ് യഥാർത്ഥത്തില് ഉള്ളത്. അപ്പൊ ഷറഅ് അള്ളാഹുവിങ്കൽ നിന്നുള്ളത്, അപ്പൊ അതിനോടുള്ള അനുസരണം അടിമയിൽ നിന്നുള്ളത്. അങ്ങനെ ദീൻ അടിമയിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത്. അപ്പോൾ ഈ ഷറഅ് എന്നുള്ള സംഗതി അള്ളാഹു അമ്പിയാക്കളിലൂടെ സവിശേഷമായ രീതിയിലൂടെ നമ്മൾക്ക് അവതരിപ്പിച്ച് തരുമ്പോൾ അത് ദീനുൻ ഇൻദല്ലാ എന്ന് പറയുന്ന അള്ളാഹുവിന്റെ അടുക്കലുള്ള ദീന് എന്ന ഒരു ഇത് വരുന്നുണ്ട്. എന്നാൽ ഒരു അടിമ അള്ളാഹുവിലേക്ക് കൂടുതൽ അടുക്കുകയും അങ്ങനെ അയാൾക്ക് എന്താണ് കുറെ ഹിക്മത്തും മാരിഫത്തും ഒക്കെ ഉണ്ടാകുന്ന സന്ദർഭത്തില് അവ താല്പര്യപ്പെടുന്ന അല്ലെങ്കിൽ അവ നിർബന്ധിതമാക്കുന്ന, അവ തന്നെ ഒരു ശറഅായി തീർന്ന് അവ നിർബന്ധമാക്കുന്ന ഒരു ദീന് അല്ലെങ്കിൽ ഒരു ദീനിന്റെ ഒരു ഭാവം, ഒരു വശമുണ്ടാകുന്നുണ്ട്. ആ വശത്തെയാണ് ആ ദീനു ഇൻദൽ ഖൽഖ് എന്ന് പറയുന്നത്. അതിനെക്കുറിച്ചാണല്ലോ റഹ്ബാനിയത്തൻ ഇബ്തദഊഹ എന്ന് അതിനെ പിന്നെ നിരാകരിച്ചുകൊണ്ടല്ല, അതിനെ അംഗീകരിച്ചുകൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലെ സൂറത്തുൽ ഹദീദിൽ പറഞ്ഞിട്ടുണ്ടല്ലോ. പിന്നെ വമാ റഔഹ ഹഖ റിയായത്തി എന്ന്, അതിനെ കാത്തു സൂക്ഷിക്കേണ്ടതിനെ കാത്തു സൂക്ഷിക്കാൻ പറ്റിയില്ല. മാ കതബല്ലാഹുലും, അള്ളാഹു അത് അവർക്ക് പിന്നെ പൊതുവായിട്ട് നിയമമാക്കിയിട്ടില്ല എന്നൊക്കെ രീതിയിൽ പറഞ്ഞിട്ട് അതിനെ അംഗീകരിക്കണ്ട, ദീനുൻ ഇൻദൽ ഖൽഖ് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ ഒരു ഇൻഖിയാദ് എന്നൊരു വിഷയം വരുന്നുണ്ടല്ലോ. അപ്പൊ അത് ശേഷം നമുക്ക് ആ കാര്യം ഇവിടെ പറഞ്ഞു തരുന്നുണ്ട്, എന്താണ് ഇൻഖിയാദ് എന്ന് പറയുന്നത്. ഇവിടെ ഈ ഒരു ദീനുൻ ഇൻദ ഖൽഖ് പിന്നെ എന്ന സംഗതി കൂടി വിശദമാക്കിയിട്ട് ഇൻഖിയാദ് എന്നതിന്റെ ആ ഒരു അർത്ഥം ഒന്നുകൂടി ഷെയ്ഖ് നമുക്ക് പിന്നെ വ്യക്തമാക്കുന്നുണ്ട്. അതാണല്ലോ വലുതാലിക്കത് ഫാത്തീന അങ്ങനെയൊക്കെ പറഞ്ഞായി ഹാരിജൂനാനിൽ ഇൻഖിയാദ് ഇലൈഹ വൽ ഖിയാമി ബിഹഖിഹ വമൻ ലം യൻഖദ് ഇലൈഹ ലം യൻഖദ് ഇലൈഹി മശരിഉഹു ബിമാ യുർദി.
അപ്പോ ഇവിടെ ദീനുൻ ഇന്ദ ഹൽക്കിനെ കുറിച്ച് പറഞ്ഞ് ഷെയ്ഖ് പറയുന്നത്, ആ ദീനുൻ ഇന്ദ ഹൽക്ക്, സൃഷ്ടിയുടെ അടുക്കലുള്ള ദീന്, അതിന്റെ പിന്നെ താല്പര്യങ്ങൾ അതിനനുസരിച്ചുകൊണ്ട് നിലകൊള്ളാൻ സാധിച്ചില്ല എന്ന് പറയുകയും, അപ്പൊ അങ്ങനെ സാധിക്കാത്ത ആ ഒരു ദീനിന്റെ ഹക്ക്, ആ സംഗതികൾക്ക് പിന്നെ സാധിക്കാത്ത ആളെ സംഭവത്തോടെ എന്താണ്, അയാൾക്ക് അതിനോട് ഇൻകിയാദ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ മുശരിഇന് പിന്നെ അത് ഇൻകിയാദ് ചെയ്യാൻ പറ്റാൻ അതുമായി ബന്ധപ്പെട്ട ഫലങ്ങൾ ജീവിതത്തിൽ ലഭിക്കൂല. ഫലങ്ങൾ ജീവിതത്തിൽ ലഭിക്കൂല എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? എന്താണ് ഒരു ഫലം അല്ലെങ്കിൽ ഒരു പ്രതിഫലം എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഒരു നമ്മളെ ഒരു കൽപ്പനയെ നമ്മൾ അനുധാവനം ചെയ്യുമ്പോൾ, അതിനെ ഇൻകിയാദ് ചെയ്യുമ്പോൾ, നമ്മളൊരു കൽപ്പനയെ ഇൻകിയാദ് ചെയ്യുന്ന സന്ദർഭത്തിൽ എന്താണ്, നമ്മൾ തൃപ്തിപ്പെടുന്നതായ ചില സംഗതികൾ അല്ലെങ്കിൽ നമ്മൾ താല്പര്യപ്പെടുന്നതായ ചില സംഗതികളെ നൽകിക്കൊണ്ട് ആ കൽപ്പന നമ്മൾക്ക് വെച്ചിട്ടുള്ളതായ മുശരി, അത് ശറഅ് ചെയ്തിട്ടുള്ളവരാരോ അല്ലാഹു സുബ്ഹാനഹു വ തആല, അവൻ നമ്മൾക്കും ഇൻകിയാദ് ചെയ്യുന്നുണ്ട്. ഇങ്ങനെ ഒരു ഇൻകിയാദ് എന്നുള്ളത് ഇല്ലാത്ത ഒരു ദീനിന്റെ അവസ്ഥയില്ല. അപ്പൊ നമ്മള് ഒരു ശറഇന് അല്ലെങ്കിൽ ഒരു നാമൂസിന് വിധേയപ്പെട്ടുകൊണ്ട് നമ്മൾ കാര്യങ്ങൾ ചെയ്യും. അങ്ങനെ ചെയ്യുമ്പോൾ എന്താണ്, അതുമായി ബന്ധപ്പെട്ട ഫലങ്ങൾ, പ്രതിഫലങ്ങൾ ലഭിക്കുന്നുണ്ട്. അത് നമ്മൾ തേടുന്നതാണ്. അപ്പൊ നമ്മള് ആ ഒരു ശറഇനെ വിധേയപ്പെടുന്ന സന്ദർഭത്തിൽ നമ്മൾ താല്പര്യപ്പെടുന്ന കാര്യങ്ങൾക്ക് അനുസൃതമായി വിധേയപ്പെട്ട് നമ്മൾക്ക് ആ സംഗതികൾ പിന്നെ ആ മുശരിയെ എത്തിച്ചേരും. അപ്പൊ അവിടെ ഒരു ഇൻകിയാദ് ഉണ്ട്. ഈ ഒരു ഇൻകിയാദ് ഇല്ലാത്ത ഒരവസ്ഥ ഇല്ല എന്ന് പറയാം. ഇൻകിയാദ് എന്തായാലും ഉണ്ടാവും. അപ്പൊ നമ്മള് ഒരു ദീനിന്റെ ശറഇന് വിധേയപ്പെട്ട് ചെയ്താലും ഇല്ലെങ്കിലും എല്ലാം അവിടെ എന്താണ്, ഇൻകിയാദ് എന്ന് പറയുന്നത് വളരെ ഫണ്ടമെന്റൽ ആയ ഒരു കാര്യമാണ്. അപ്പൊ ശറഇന് വിധേയപ്പെട്ട് ചെയ്താൽ മാത്രം ഉണ്ടാകുക എന്നുള്ളതല്ല. എന്തായാലും എന്താണ്, അവിടെ ഒരു ഇൻകിയാദിന്റെ ഒരു വിഷയം അവിടെ വരുന്നുണ്ട്. ആ ഒരു ഇൻകിയാദിനെ വെച്ചുകൊണ്ട് പിന്നെ ഷെയ്ഖ് പറയുന്നുണ്ട്, അതായത് നമ്മൾ സന്തോഷിക്കുന്നതായ കാര്യങ്ങൾ നൽകിക്കൊണ്ടും, അല്ലെങ്കിൽ എന്താണ്, നമ്മള് പിന്നെ തൃപ്തിപ്പെടാത്ത സന്തോഷിക്കുന്നതല്ലാത്തതായ കാര്യങ്ങളും നൽകിക്കൊണ്ട് ചെയ്യും, നമ്മളുടെ ദീനിലുള്ള ആ ശറഇനോടുള്ള നമ്മളുടെ സമീപനങ്ങൾ അനുസരിച്ചുകൊണ്ട്. ഈ രീതിയിലാണ് മുശരിഇന്റെ ഇൻകിയാദ് ഉള്ളത്. അപ്പോ ഇതിനെയാണ് എന്ത് നമ്മൾ പറയുക, ജസാ, പ്രതിഫലം എന്ന് പറയുന്നത് ഈ ഒരു കാര്യത്തെ കുറിച്ചാണ്. അങ്ങനെയാണ് ദീനിന് ജസാ എന്നൊരർത്ഥം വരുന്നത്. നമുക്കറിയാലോ, ഖുർആനിൽ മാലിക് യൗമിദ്ദീൻ എന്ന് പറഞ്ഞ പ്രതിഫല നാളിന്റെ ഉടമസ്ഥൻ എന്നാണ് നമ്മൾ അർത്ഥം പറയാറുള്ളത്. അപ്പൊ ദീനിന് ജസാ എന്നൊരർത്ഥം വരുന്നത് തന്നെ ഇൻകിയാദ് എന്ന ഒരു അർത്ഥത്തിൽ നിന്നാണ് എന്ന് ഷെയ്ഖ് പറഞ്ഞിട്ട്, ഷെയ്ഖ് നമ്മളോട് പറഞ്ഞ ഒരു വിഷയം, ഇത് ഹാദാ ലിസാനുല്ലാഹിരി ഫി ഹാദൽ ബാബ് എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ അവിടെയാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ നിർത്തിയത്. ഇവിടെ നമ്മൾ നിർത്തിയിരുന്നു. ഹാദാ കമാനൽ ഹാദാ അവിടെ പറഞ്ഞിട്ടുണ്ട്, ഹാദാ ലിസാനുല്ലാഹിർ ഫി ഹാദൽ ബാബ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ പിന്നെ വളരെ ബാഹ്യമായ അതിന്റെ അർത്ഥങ്ങളെ ശരിയായ രീതിയിൽ തഹ്കീക്ക് ചെയ്യുകയാണ് ചെയ്തത്. ഈ ഒരു തഹ്കീക്കിൽ നിന്നാണ് ഇപ്പൊ നേരത്തെ ഈ ഒരു ക്ലാസിന്റെ തുടക്കത്തിൽ നമ്മൾ പറഞ്ഞതുപോലെ, ബാഹ്യമായ അർത്ഥത്തെ സ്ഥിരീകരിച്ച് അതിനെ തഹ്കീക്ക് ചെയ്ത് അതെന്താണെന്ന് കൃത്യമായി അതിലെ കണ്ടന്റിനെ പിന്നെ അതിന്റെ ആ ട്രൂത്തിനെ വെരിഫൈ ചെയ്തിട്ടാണ് പിന്നെ ഷെയ്ഖ് എപ്പോഴും പോകുന്നത് എന്ന് നമ്മൾ പറയുകയുണ്ടായി. തുടർന്ന് ഷെയ്ഖ് പറയുന്നത്, അമ്മാ സിർറുഹു വ ബാത്തിനുഹു, എന്നാൽ ഇതിന്റെ ഒരു രഹസ്യം,
അല്ലെങ്കിൽ അതിൻ്റെ ഉള്ളിലുള്ള ഗോപ്യമായി മറഞ്ഞു കിടക്കുന്ന ഉൾപ്പൊരുള് എന്തെന്നാൽ, അതായത് ഇപ്പൊ പറഞ്ഞ കാര്യത്തിന്റെ ദീനിനെ കുറിച്ചിട്ട് ഇൻഖിയാദെന്നും ജസാ എന്നൊക്കെ പറഞ്ഞല്ലോ, അതിൻ്റെ ഉള്ളിലുള്ള കാര്യം എന്തെന്നാൽ ഇന്നഹു, തീർച്ചയായും ഇതുണ്ടല്ലോ, എന്ത്, ഈ ജസാ എന്ന് പറയുന്ന ഈ പ്രതിഫലം എന്നതിനേക്കാണല്ലോ നമ്മൾ ബാഹ്യമായ അർത്ഥത്തിന്റെ വിശദീകരണത്തിലൂടെ അതിനെ തഹ്ഖീഖ് ചെയ്യുന്നതിലൂടെ നമ്മൾ എത്തിയത് ദീനെന്നാല് ജസാ എന്നുള്ളതാണ്. ജസായിലേക്ക് നമ്മൾ എത്തുന്നത് ദീനിന്റെ ഇൻഖിയാദ് എന്ന് പറയുന്ന സംഗതിയാണ്. കാരണം നമ്മളിൽ നിന്ന് ഉണ്ടാകുന്ന ഒരു കാര്യം എന്ന അർത്ഥത്തിൽ ഇൻഖിയാദിനെയും, പിന്നെ നമ്മളോടുള്ള അള്ളാഹുവിന്റെ തിരിച്ചുള്ള സംഗതി എന്ന രീതിയിലുള്ള ഇൻഖിയാദിനെയും നമ്മൾ ആ ഒരു ദീനിന്റെ ഇൻഖിയാദ് എന്നുള്ള അർത്ഥത്തെ നമ്മൾ ശരിക്കും വെരിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് തീർച്ചയായും എന്താണ് ജസാ എന്ന് പറയുന്ന ഒരു ഒരു അർത്ഥത്തിലേക്ക്, ആ ഒരു ലിമിറ്റിലേക്ക് നമ്മൾക്ക് എത്താൻ സാധിക്കും. ഇനിയിപ്പോ അതിൻ്റെ ഉള്ളിലുള്ള രഹസ്യം എന്താണെന്ന് പരിശോധിക്കാം. അതിനെക്കുറിച്ച് ശൈഖ് പറയുന്നത് ഇന്നഹു, അതായത് ഈ പ്രതിഫലം എന്ന് പറയുന്നത് എന്താണ്, അത് ഇന്നഹു തജല്ലി ഫി മിർആത്തി വുജൂദിൽ ഹഖ്, അത് ഒരു തജല്ലിയാണ്, ഒരു ഡിസ്ക്ലോഷറാണ്, ഒരു വെളിപ്പെടുത്തലാണ്, ഒരു അൺറേവലിങ്, ഒരു മറനീക്കലാണ്. ഈ പ്രതിഫലം എന്നുള്ളത് ഒരു മറനീക്കലാണ്. എവിടെയാണ് ആ മറനീക്കുന്നത്? ഫി മിർആത്തി വുജൂദിൽ ഹഖ്, ഹക്കിന്റെ വുജൂദിന്റെ കണ്ണാടികളിൽ പിന്നെ ഉള്ള ഒരു ഡിസ്ക്ലോഷർ, ഹക്കിന്റെ തന്നെ ഡിസ്ക്ലോഷറാണ് യഥാർത്ഥത്തിൽ ഈ പ്രതിഫലം എന്ന് പറയുന്നത്. ദീന് എന്ന് പറയുന്നത് തന്നെ, ഒരു പ്രതിഫലം എന്നൊരർത്ഥത്തിൽ നമ്മൾ ദീനൊക്കെ ആണെങ്കിൽ ദീനെന്ന് പറയുന്നത് തന്നെ ഹക്കിന്റെ വുജൂദിന്റെ കണ്ണാടികളിലുള്ളതായ ഒരു തജല്ലിയാണ്, ഒരു ഡിസ്ക്ലോഷറാണ് എന്ന് ശൈഖ് പറയുക. ഇവിടെ ഹക്കിന്റെ വുജൂദിന്റെ കണ്ണാടി എന്ന് പറയുന്നത് എന്താണ്? അത് നമ്മളൊക്കെ തന്നെയാണല്ലോ. നമ്മൾ ഈ ലോകം മുഴുവനും എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്, എല്ലാത്തിനും വുജൂദുണ്ട്, അസ്തിത്വമുണ്ട് എന്ന് പറയുമ്പോൾ നമ്മൾ അതിലൂടെ ഉദ്ദേശിക്കുന്ന യഥാർത്ഥത്തിൽ ഇവയ്ക്ക് അസ്തിത്വം ഉണ്ട് എന്നല്ലല്ലോ. നമ്മൾ അതിലൂടെ ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞാൽ ഹക്കിന്റെ വുജൂദ് ആണ് ഇതിലൂടെ എല്ലാം തന്നെ വെളിപ്പെട്ടിട്ടുള്ളത് എന്നുള്ളതാണ്. അപ്പൊ ഹക്കിന്റെ വുജൂദിനെ കാണിക്കുകയാണ്. അതുകൊണ്ടാണ് ഒരു കണ്ടിൻജന്റ് ആയ എക്സിസ്റ്റൻസ്, ഒരു വുജൂദ് ഇളാഫി, റിലേറ്റീവായ ഒരു ആപേക്ഷികമായ ഒരു അസ്തിത്വമാണ് നമുക്കുള്ളത്. നമ്മുടെ അസ്തിത്വം എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ അസ്തിത്വം ഉള്ളത് എന്താണ്? ലാ മൗജൂദ ഇല്ല, അള്ളാഹു മാത്രമേ മൗജൂദായിട്ടുള്ളൂ. അള്ളാഹുവിന്റെ അസ്തിത്വത്തെ കാണിക്കുന്ന കണ്ണാടികൾ എന്ന രീതിയിലാണല്ലോ നമ്മൾ ഉള്ളത്, സൃഷ്ടികളെല്ലാം തന്നെ ഉള്ളത്. അപ്പൊ അത്തരം കണ്ണാടികളിലുള്ള ഒരു ഡിസ്ക്ലോഷർ, ഒരു മറനീക്കി ഉള്ള ഹക്കിന്റെ വുജൂദിനെ കാണിക്കുന്ന ഒരു സംഗതിയാണ് യഥാർത്ഥത്തിൽ എന്ത്, ഈ പ്രതിഫലം എന്ന് പറയുന്നത്. ചിന്തിച്ചൊക്കെ അങ്ങനെ തന്നെയല്ലേ? ഇപ്പൊ നമ്മളുടെ പിന്നെ യഥാർത്ഥത്തില് പ്രതിഫലത്തിലൂടെ കാണിക്കുന്നത് എന്താണ്? അള്ളാഹുവിനെ തന്നെ. ഉദാഹരണത്തിന് പിന്നെ നോമ്പിനെ കുറിച്ച് അസ്യാമുഴി വാന അജ്സി ബിഹി വാന ഉജ്സാ ബിഹി എന്നൊക്കെ പറയാറുണ്ട്. നോമ്പ് എന്നുള്ളത് എന്താണ്? അതിനുള്ള പ്രതിഫലം ഞാൻ നൽകും, അല്ലെങ്കിൽ ഞാൻ തന്നെയാണ് പ്രതിഫലം എന്നൊക്കെ എന്താണ് അതിനെ വിശദീകരിക്കാറുണ്ടല്ലോ. അപ്പൊ ജസായി എന്ന രൂപത്തിൽ യഥാർത്ഥത്തിൽ നമ്മുടെ മുമ്പിൽ എത്തുന്നത് ആരാണ്? അള്ളാഹു തന്നെയാണല്ലോ. അള്ളാഹു തന്നെയാണ് അതുകൊണ്ടാണ് പിന്നെ അള്ളാഹുവിനെ അറിഞ്ഞ ആരിഫ്യങ്ങൾ അള്ളാഹിനെ തന്നെ തേടുന്നു. അള്ളാഹിനെ തന്നെ തേടുക എന്ന ഒരവസ്ഥയിലേക്ക് അവർ എത്തുന്നത് എന്തുകൊണ്ടാണ്? ജസാ, അൾട്ടിമേറ്റ്ലി ജസാഇന്റെ ഉള്ളിൽ ആ പ്രതിഫലത്തിലുള്ളത് അള്ളാഹിനെ തന്നെ നൽകുക എന്നുള്ളതാണ്. അങ്ങനെ തന്നെയല്ലേ എല്ലാ പ്രണയത്തിന്റെ അടിസ്ഥാനത്തിലുള്ള ബന്ധങ്ങളിൽ, ഒരു മുഹബത്തിന്റെ അടിസ്ഥാനത്തിലുള്ള ബന്ധങ്ങളിൽ എന്താണ്? ഒരാൾ അയാളെ തന്നെയാണല്ലോ നൽകുന്നത്. അല്ലെങ്കിൽ അയാളുടെ കയ്യിലുള്ള ഏതോ ഒരു കാര്യം നൽകലല്ല ഹഖീഖിയായ ഒരു പ്രണയം തന്നെ. അപ്പോ ഇവിടെ ആ ഒരു സംഗതിയാണ് നമ്മൾ മനസ്സിലാക്കുക. അതുകൊണ്ടാണ് ഇവിടെ അതിനെ ഡിസ്ക്ലോഷർ, ഹക്കിനെ തന്നെ അൺവെയിലിംഗ്, ഹക്കിനെ തന്നെ കാണിക്കുക എന്ന ഒരു സംഗതി ഉണ്ടാകുന്നത്. എവിടെയാണ് കാണിക്കുന്നത്? നിന്നിൽ തന്നെയാണ് കാണിക്കുന്നത്. ഇതാണ് ജസാ.
അപ്പോ ഇങ്ങനെ കാണിക്കുന്ന സന്ദർഭത്തിൽ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താന്ന് പറഞ്ഞാൽ ഫലാ യഊദു അലൽ മുംകിനാത്തി, ഒരിക്കലും മുംകിനാത്തുകളായ സംഗതികളിലേക്ക് മടങ്ങുന്നില്ല, അല്ലെങ്കിൽ അതിനെ വിസിറ്റ് ചെയ്യുന്നില്ല, അതിലേക്ക് പിന്നെ ഒന്ന് എത്തുന്നില്ല. എന്താണ് എത്താത്തത്? മിനൽ ഹക്ക്, ഹക്കിൽ നിന്ന്. അപ്പൊ ഹക്കിൽ നിന്ന്, അപ്പൊ ഇവിടെ എന്ന് പറഞ്ഞാല് ഒരു പിന്നെ ഹക്കിന്റെ വുജൂദിന്റെ കണ്ണാടിയായി നമ്മൾ മാറുമ്പോൾ നമ്മളിലേക്ക് ഹക്കിൽ നിന്ന് എന്തോ ഒരു കാര്യം എത്തുന്നുണ്ട്, വന്നെത്തിച്ചേരുന്നുണ്ട്. അങ്ങനെ ആ മുംകിനാത്ത് എന്ന് പറഞ്ഞാൽ പോസിബിൾസ് എന്നാണ്. മുംകിനാത്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് നിലനിൽക്കൽ നിർബന്ധമില്ലാത്തവയെ കുറിച്ചാണ്. നമ്മളൊന്നും നിലനിൽക്കുക എന്നുള്ളത് ഒരു നിലനിൽക്കാൻ സാധ്യത ഉള്ളവയാണ്. അള്ളാഹുവിന്റെ ഉദ്ദേശം കൊണ്ട് അള്ളാഹു നമ്മളെ നിലനിർത്തുന്നതാണല്ലോ. അല്ലാണ്ട് നമ്മൾ നിലനിൽക്കുക, എന്നാലും നിലനിൽക്കൽ നിർബന്ധമായിട്ടുള്ളത് ആരാണ്? അള്ളാഹുവാണ്, വാജിബുൽ വുജൂദ്. അപ്പൊ നമ്മൾ മുംകിനാണ്, മുംകിനുൽ വുജൂദാണ് നമ്മളെ മുംകിനാത്ത്, പോസിബിൾസ് എന്നാണ് ഇംഗ്ലീഷിൽ വേണം നമുക്ക് അതിനെ വിളിക്കാം, പോസിബിൾസ്. ഫലാ യഊദു അലൽ മുംകിനാത്തി മിനൽ ഹഖി ഇല്ലാ മാ തുഅതീഹി ദവാതുഹും ഫി അഹ്വാലിഹാ എന്നാണ് പറഞ്ഞത്. അപ്പൊ ഈ മുംകിനാത്തുകളായ നമ്മളെ പോലത്തെ സൃഷ്ടികളിലേക്ക് ഹക്കിൽ നിന്നൊന്നും എത്തിച്ചേരുന്നില്ല. എന്തല്ലാതെ ഇല്ലാ മാ തുഅതീഹി ദവാതുഹും ഫി അഹ്വാലിഹാ, അവയുടെ ദാത്തുകള്, അവയുടെ എസൻസുകള് തന്നെ അവയുടെ വിവിധങ്ങളായ അവസ്ഥകളിൽ, അഹ്വാലുകളിൽ പിന്നെ അവയ്ക്ക് നൽകുന്നതല്ലാതെ ഒന്നും തന്നെ പിന്നെ ഹക്കിൽ നിന്ന് അതിലേക്ക് വന്നെത്തിച്ചേരുന്നില്ല എന്നാണ് പറയുന്നത്. എന്ന് വെച്ചാല് നമ്മളുടെ ദാത്തുകള്, നമ്മളുടെ ഐനുകള്, നമ്മളുടെ എസെൻഷ്യൽ എൻറ്റിറ്റീസ് ഉണ്ട്. ആ എൻറ്റിറ്റീസിന് അതിന്റെ വിവിധങ്ങളായ ഹാലുകളുണ്ട്, അവസ്ഥകളുണ്ട്. അവസ്ഥകൾക്കനുസരിച്ചിട്ട് നമ്മളുടെ എസെൻഷ്യൽ എൻറ്റിറ്റി തന്നെ പിന്നെ മാറൂല. എസെൻഷ്യൽ എൻറ്റിറ്റി എപ്പോഴും എന്താണ്? അതിനൊരു ആബ്സല്യൂട്ട്നെസ് ഉണ്ട്. അപ്പൊ അള്ളാഹുവിനെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ അള്ളാഹു എന്താണ്? അള്ളാഹുവിന്റെ ദാത്തുണ്ട്, ദാത്തിനൊരു മാറ്റമില്ല. പക്ഷെ അവൻ്റെതായ നാമങ്ങള്, കുറേ നാമങ്ങളുണ്ട്. ആ നാമങ്ങൾ എന്താണ്? പല രീതിയിലും പല ഭാവങ്ങളിലും എന്താണ്? അത് സൃഷ്ടിലോകങ്ങളിലെല്ലാം തന്നെ അസ്തിത്വത്തിന്റെ വിവിധ മണ്ഡലങ്ങളിലെ അവ പല ഭാവങ്ങളിലും രൂപങ്ങളിലും എല്ലാം തന്നെ എന്താണ്? അത് പ്രത്യക്ഷപ്പെടുന്നുണ്ട്. എന്ന് വെച്ചിട്ട് ഹക്കിൻ്റെതായ ആ ദാത്തിനൊരു മാറ്റവും ഇല്ല. അതുപോലെ തന്നെ നമ്മളുടേതായ ദാത്തുകൾക്ക് മാറ്റമൊന്നുമില്ല. നമ്മളുടെ ഐനുകൾ എന്താണ്? അള്ളാഹുവിന്റെ ഇൽമില് അതിനൊരു അബ്സല്യൂട്ട്നെസ് ഉണ്ട്. എന്നാൽ അവയുടെ അവസ്ഥകൾ എന്താണ്? അതിങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും. ആ അവസ്ഥകൾ മാറുന്നതിനനുസരിച്ചിട്ടാണ് ഹക്കിൽ നിന്ന് പലതും അതിലേക്ക് വന്നെത്തിച്ചേരുന്നത്. അവന്റെ നാമങ്ങളിലൂടെ പലതും എന്താണ് വന്നെത്തിച്ചേരുന്നത്? വിവിധ രൂപഭാവങ്ങളിൽ അവ ഈ സൃഷ്ടലോകത്തിൽ എന്താണ്? അൺവെയിൽഡ് ആവുന്നത്. അതിലൂടെ ഹക്ക് തന്നെയാണ് എന്ത് ചെയ്യുന്നത്? അൺവെയിൽഡ് ആയിട്ട് കിട്ടുന്നത്, നീങ്ങിയിട്ട് വരുന്നത് എന്നാണ് നമ്മളോട് മനസ്സിലാക്കേണ്ടത്. അപ്പൊ ഇവിടെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഹക്കിൽ നിന്നൊന്നും എത്തിച്ചേരുന്നില്ല. നമ്മളുടെ ദാത്തുകൾ അതിന്റെ വിവിധമായ അവസ്ഥകൾ എന്താണോ പിന്നെ നൽകുന്നത്, അതിനനുസൃതമായത് മാത്രമേ ഹക്കിൽ നിന്ന് നമ്മളിലേക്ക് വന്നെത്തി ചേരുന്നത്. നിരന്തരം അതിങ്ങനെ വന്നുകൊണ്ടേയിരിക്കണം. യഊദു എന്നൊരു വാക്ക് പറഞ്ഞില്ല. അത് യഊദു എന്ന് പറഞ്ഞാൽ വീണ്ടും വീണ്ടും ആവർത്തിച്ച് സന്ദർശിക്കുക എന്നുള്ളതാണ്. കുല്ലയൗമിൻ ഹുവ ഫീ ശഅൻ, ഓരോ ദിവസവും ഓരോ സന്ദർഭത്തിൽ അവൻ പുതിയ പുതിയ കാര്യങ്ങളിലാണെന്നൊക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആല അള്ളാഹിനെ കുറിച്ച് തന്നെ പറഞ്ഞിട്ടില്ല. അപ്പോ ഇവിടെ യഊദു എന്നൊരു വാക്ക് വളരെ ശ്രദ്ധേയമാണ്. നിരന്തരം വിസിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. വിസിറ്റിംഗ് ആൻഡ് റീവിസിറ്റിംഗ്, റിക്കറിംഗ്, പിന്നെ റിക്കറന്റ്ലി കമ്മിങ് ആൻഡ് വിസിറ്റിംഗ് ദ എസെൻഷ്യൽ, നമ്മളുടേതായ യാഥാർത്ഥ്യങ്ങളിലേക്ക് വന്നെത്തിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട്. അപ്പൊ അതാണ് പറഞ്ഞത് ഫൈനലഹും ഫി കുല്ലി ഹാലിൻ സൂറത്ത്. അപ്പൊ ഈ മുംകിനാത്തുകളായ നിലനിൽക്കുക സാധ്യതയുള്ളവയായ സൃഷ്ടികളെ സംബന്ധിച്ചോളം എന്താണ്? അവയ്ക്ക് ഓരോ അവസ്ഥയിലും എന്താണ്? അവയ്ക്ക് പിന്നെ ഒരു പ്രത്യേകമായ ഒരു സൂറത്ത് ഉണ്ടാവും. അപ്പൊ ആ സൂറത്തുകളെ കുറിച്ചിട്ട് പറഞ്ഞു സുവറുഹും ലിഖ്തിലാഫി അഹ്വാലിഹിം. അപ്പൊ അവയുടെ ആ സൂറത്ത് എന്ന് പറഞ്ഞാൽ വെറും ബാഹ്യം മാത്രമായ സൂറത്തുകളല്ല, ആന്തരികമായ പല രൂപങ്ങളും ഭാവങ്ങളും ഉണ്ടാവും. ഈ ഭാവങ്ങൾ വിവിധങ്ങളായിക്കൊണ്ടിരിക്കും. ഏതിന്റെ അടിസ്ഥാനത്തിൽ? അവയുടെ ഹാലുകൾ മാറുന്നതിനനുസരിച്ച്. അപ്പൊ ഈ ഹാലുകൾ മാറുന്നതനുസരിച്ച് എന്ത് ചെയ്യും? ഈ സൂറത്തുകൾ മാറും,
ഫയഖ്തലിഫു തജല്ലി ലിഖ്തിലാഫിൽ ഹാൽ, അതുപോലെ തന്നെ ഹാല് മാറുന്നതനുസരിച്ച് എന്ത് ചെയ്യും, അള്ളാഹുവിന്റെ എന്നുള്ള ഡിസ്ക്ലോഷറും ആ തജല്ലി എന്ത് ചെയ്യും, അതും വിവിധങ്ങളായിരിക്കും, വൈവിധ്യമാർന്ന രീതിയിലായിരിക്കും എന്നാണ് പറയുന്നത്. ഫയഖഉൽ അസറു ഫിൽ അബ്ദി ബിഹസബി മാ യഖൂൻ. അപ്പൊ അടിമയിൽ അതിൻ്റെതായ ഒരു ഇഫക്റ്റ്, അതിൻ്റെ ഒരു ഫലം ഉണ്ടാകുന്നത് ഏത് രീതിയിലാണ്, ബിഹസ്ബി മാ യഖൂൻ, അവൻ എങ്ങനെയാണോ അല്ലെങ്കിൽ അവൾ എങ്ങനെയാണോ ഉള്ളത് അതിനനുസൃതമായിട്ടായിരിക്കും അടിമയിൽ നിന്നുണ്ടാ അതിൻ്റെതായ ഒരു എഫക്റ്റ് വന്നെത്തിച്ചേരുക. അപ്പൊ ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്താണ്, ഫമാ അഅ്താഹുൽ ഖൈറ സിവാഹു, ഒരുവനെ സംഭവത്തോളം, ഒരു സൃഷ്ടിയെ സംഭവത്തോളം അവന് ഹൈർ അവൻ തന്നെ, അവനല്ലാതെ മറ്റാരും നൽകുന്നില്ല. വലാ അഅ്താഹു ദിദ്ദൽ ഖൈരി ഗൈറുഹു, അതുപോലെ തന്നെ എന്താണ്, ഹൈറിന് വിരുദ്ധമായ, നല്ലതിന് വിരുദ്ധമായ ഒരു കാര്യം, അല്ലെങ്കിൽ ഗുണപ്രദമായ ഉപകാരപ്രദമായ ഒരു കാര്യത്തിന് വിരുദ്ധമായ ഒരു കാര്യവും അവൻ തന്നെ അല്ലാതെ മറ്റാരും നൽകുന്നില്ല. ഒരു അടിമയെ സംബന്ധിച്ച് അടിമയല്ലാതെ മറ്റാരും നൽകുന്നില്ല. അടിമയുടെ ദാത്തുകള്, ആ ദാത്തുകൾക്ക് ഉണ്ടാകുന്ന അഹ്വാലുകൾക്കനുസരിച്ചിട്ടാണ് ഹക്കിൽ നിന്ന് ഓരോ കാര്യങ്ങളും അടിമയിലേക്ക് എത്തിച്ചേരുന്നത്. അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ ദീന് അടിമയിൽ നിന്നാണ് ഉള്ളത് എന്നത് പറഞ്ഞതുപോലെ അതിന്റെ ഒരു വിശദീകരണമായിട്ട് നമുക്ക് ഇതിനെ മനസ്സിലാക്കാം. ജസാഉം എന്താണ്, അടിമക്ക് അടിമയിൽ നിന്ന് തന്നെയാണ് ഉണ്ടാകുന്നത്. കാരണം ദീനിന്റെ അർത്ഥം തന്നെയാണ് ജസാ. കാരണം അടിമയുടെ ദാത്തിൻ്റെതായ അഹ്വാലുകൾക്ക് അനുസൃതമായിട്ടാണ് ഹക്കിൽ നിന്ന് പലതും അവനിലേക്ക് വന്നെത്തിക്കൊണ്ടിരിക്കുന്നത് എന്നത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ബൽ ഹുവ മുൻഇമു ദാത്തിഹി വ മുഅസ്സിബുഹാ, ബൽ ഹുവ മുൻഇമു എത്രത്തോളം എന്നാൽ അവൻ തന്നെയാണ് അവന്റെ സ്വന്തം ദാത്തിന് അനുഗ്രഹങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്, അതുപോലെ തന്നെ സ്വന്തം ദാത്തിനെ ശിക്ഷിക്കുന്നതും അവൻ തന്നെയാണ്. ഓരോ അടിമ തന്നെയാണ് സ്വന്തം ദാത്തിന് അനുഗ്രഹങ്ങളേകുന്നതും ആ ദാത്തിനെ ശിക്ഷിക്കുന്നതും എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ട് എന്ത് ചെയ്യണ്ട, ഫലാ യദുമ്മന്ന ഇല്ലാ നഫ്സഹു, അതുകൊണ്ട് അവൻ അവന്റെ സ്വന്തം നഫ്സിനെ അല്ലാതെ മറ്റൊന്നിനെയും ആക്ഷേപിക്കേണ്ടതേ ഇല്ല. അതാണല്ലോ പറഞ്ഞത്, ഫലാ തെലൂമൂനി വലൂമു അൻഫുസക്കും. ശൈത്താനെ എന്താണ് ഖിയാമത്ത് പറയുന്നതാണ്, നിങ്ങളൊന്നും എന്നെ നിങ്ങൾ കുറ്റം പറയണ്ട, നിങ്ങളെല്ലാവരും സ്വന്തത്തെ തന്നെ, സ്വന്തം നഫ്സുകളെ തന്നെ കുറ്റം പറഞ്ഞാൽ മതി, ആക്ഷേപിച്ചാൽ മതി എന്ന് പറയുന്നുണ്ടല്ലോ. അപ്പൊ ഫലാ യദുമ്മന്ന ഇല്ല നഫ്സഹു, അതുകൊണ്ട് ആരും തന്നെ എന്താണ് സ്വന്തം നഫ്സിനെ അല്ലാതെ മറ്റൊന്നിനെ ആക്ഷേപിക്കണ്ട. വലാ യഹ്മദന്ന ഇല്ല നഫ്സഹു, സ്വയത്തെ തന്നെ അല്ലാതെ മറ്റാരും എന്ത് ചെയ്യേണ്ടതില്ല, സ്തുതിക്കുന്നുമില്ല, ആക്ഷേപിക്കുന്നുമില്ല. എല്ലാം ആക്ഷേപിക്കണ്ട, അല്ലെങ്കിൽ സ്തുതിക്കണ്ട എന്ന രീതിയിൽ എന്താണ് ആ ദീനിന്റെ ആ ജസാ എന്ന് പറയുന്ന ആ സംഗതിൻ്റെതായ ആന്തരിക അർത്ഥത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത് മനസ്സിലാക്കാൻ സാധിക്കും. അതാണ് അള്ളാഹു പറഞ്ഞത്, ഫലില്ലാഹിൽ ഹുജ്ജത്തുൽ ബാലിഗ, അള്ളാഹുവിനാണ് പരിപൂർണമായിട്ടുള്ള പഴുതുകൾ ഏതുമില്ലാത്തതായ ന്യായം ആർക്കാണുള്ളത്, അള്ളാഹുവിനാണ്. അപ്പൊ അള്ളാഹു എന്തുകൊണ്ട് ഇങ്ങനെ ചെയ്തു അല്ലെങ്കിൽ അങ്ങനെ ചെയ്തു, എന്തുകൊണ്ടിനാണ് അള്ളാഹു ഇങ്ങനെ ശിക്ഷിക്കുന്നത് അല്ലെങ്കിൽ അങ്ങനെ സ്വർഗം നൽകുക നരകം തരുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ അതൊരു ഹുജ്ജത്തുൽ ബാലിഗയാണ്. പരിപൂർണമായ എന്താണ് യാഥാർത്ഥ്യത്തിന്റെ എല്ലാ വശങ്ങളിലേക്കും എന്താണ് പൂർണ്ണമായി കടന്നു ചെന്ന ആ സംഗതികളെല്ലാം തന്നെ താല്പര്യപ്പെടുത്തുന്നതായ ഒരു ന്യായമാണ് അള്ളാഹുവിന്റെ. ഫലില്ലാഹിൽ ഹുജ്ജത്തുൽ ബാലിഗ, അള്ളാഹുവിനാണ് ആ ഒരു ഹുജ്ജത്തുൽ ബാലിഗ എന്ന് പറയുന്നത്. എന്തിന്, ഫി ഇൽമിഹി ബിഹിം, കാരണം അത് അങ്ങനെ ഉണ്ടാകുന്ന, അങ്ങനത്തെ ഒരു ന്യായം എങ്ങനെ ഉണ്ടാകുന്നത്, അത് അവരെ കുറിച്ചിട്ടുള്ള അറിവ് പരിപൂർണമായതാണ്. ഫി ഇൽമിഹി ബിഹിം, അവരെ കുറിച്ചിട്ടുള്ള അറിവിൽ നിന്ന്, ആ ഒരു അറിവിൽ നിന്നാണ് അള്ളാഹുവിന്റെ പൂർണ്ണമായ ന്യായം ഉണ്ടാകുന്നത്. കാരണം എന്താണ്, എന്തുകൊണ്ടാണ് ആ അറിവ് ആ ഒരു അർത്ഥത്തിൽ പൂർണ്ണത ഉള്ളതാവുന്നത് എന്ന് ചോദിച്ചാൽ, ഇതിൽ അറിവ് എന്നുള്ളത് എന്താണ്, അറിയപ്പെടുന്നതിനെ പിന്തുടർന്നു കൊണ്ടുവരുന്ന ഒരു കാര്യമാണ്. ഇറ്റ്സ് എൻസ്യൂയിങ് ഫ്രം ദ നോൺ, നോളജ് ഈസ് എൻസ്യൂയിങ് ഫ്രം ദ നോൺ. അറിഞ്ഞതിൽ നിന്നാണ് എന്താണ് അറിയപ്പെട്ട ഒരു വസ്തുവിൽ നിന്നാണ് അറിവുണ്ടാകുന്നത്. അപ്പൊ അറിയപ്പെടുന്ന ഒരു മാലൂം ഉണ്ടാണ്, ആ മാലൂമിൽ നിന്നാണ് എന്ത് പൂർണ്ണമായും അള്ളാഹുവിന്റെ അറിവുള്ളത്. അള്ളാഹു എങ്ങനെയാണ് എന്നെ അറിഞ്ഞത് അതിനനുസരിച്ചിട്ട് എന്നിലേക്ക് എന്താണ് അവങ്കിൽ നിന്നുള്ള പല ഡിസ്ക്ലോഷേഴ്സും ഉണ്ടായിത്തീരുന്നു. ഇത് തന്നെയാണ് യഥാർത്ഥത്തിന് ജസാ എന്ന് പറയുന്നത്. ഇത് തന്നെയാണ് യഥാർത്ഥത്തിന് എന്ത് ആ ഒരു അർത്ഥത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ദീന് എന്ന് പറയുന്നത്. കാരണം എന്താണ്, എൻ്റെ ഒരു
ഞാൻ എങ്ങനെയാണെന്ന് അവൻ അറിഞ്ഞോ അതിനനുസൃതമായി അവൻ പ്രവർത്തിക്കുന്നതിലൂടെ എന്താണ് അവിടെ എന്നോടുള്ള ഇൻഖിയാദും അവങ്കിൽ നിന്നുണ്ടായിട്ടുണ്ട്. അപ്പൊ നോക്കിക്കഴിഞ്ഞാൽ ദീനിന്റെ അർത്ഥമായ ഇൻഖിയാദ്, ജസാ എന്ന് പറയുന്ന എല്ലാ കാര്യങ്ങളുടെയും ഒരു ആന്തരിക വശത്തെക്കുറിച്ച് ചിന്തിച്ചു കഴിഞ്ഞാൽ അത് നമ്മളുടെ ഐനുകളായിട്ട് ബന്ധപ്പെടുത്തി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇത് ഇപ്രകാരം തന്നെയാണെന്ന് മനസ്സിലാകും. എന്നിട്ട് തുടർന്ന് ഷെയ്ഖ് പറയുന്നൊരു കാര്യമുണ്ട്. ഇതൊരു രഹസ്യം പറഞ്ഞിട്ട് പിന്നെ പറയുന്നത് തുടർന്ന് പറയുകയാണെങ്കിൽ അസിറുല്ലദീ ഫൗഖഹാദ, ഇതിനും ഉപരിയായ മറ്റൊരു രഹസ്യമുണ്ട്. ഹാദിഹിൽ മസാല, ഇതുപോലത്തെ വിഷയങ്ങളിൽ ഇതിനും ഉപരിയായ ഒരു രഹസ്യം കൂടിയുണ്ട് എന്ന് ഷെയ്ഖ് പറയാം. അപ്പൊ ഇവിടെ ഒരു രഹസ്യം നമുക്കിപ്പോ പറഞ്ഞു തന്നെന്ന് പറഞ്ഞാല് നമ്മൾക്കുള്ള ജസാ നമ്മളിൽ നിന്ന് തന്നെയാണ് ഉണ്ടാകുന്നത്. നമ്മൾ തന്നെയാണ് നമ്മൾ അനുഗ്രഹിക്കുന്നതും നമ്മളെ ശിക്ഷിക്കുന്നതും. അതുകൊണ്ട് നമ്മൾ നമ്മളെ തന്നെയാണ് ആക്ഷേപിക്കുന്നതും നമ്മൾ നമ്മളെ തന്നെയാണ് സ്തുതിക്കുന്നത് എന്ന രീതിയിൽ ആ കാര്യങ്ങൾ പറഞ്ഞിട്ട്, അപ്പൊ അവിടെ നമ്മൾ എന്നുള്ള ഒരു സംഗതി അതിൻ്റെ ഒരു യാഥാർത്ഥ്യത പോകുമ്പോൾ എന്തായാലും നമ്മളെ എന്നുള്ള ഒരു അവസ്ഥ വന്നല്ല. ഇനിയിപ്പോ അതിനേക്കാളും വലിയൊരു രഹസ്യം എന്ന് പറയുമ്പോൾ എന്താന്ന് പറഞ്ഞാല് നമ്മൾ എന്ന് പറഞ്ഞ സാധനം ഇല്ല അറിയാം യഥാർത്ഥത്തില്. തന്നെയല്ല അതിന്റെ ഏറ്റവും വലിയ രഹസ്യം. ഏറ്റവും വലിയ രഹസ്യം തന്നെ ഒന്നും ഇല്ല എന്നുള്ളതാണ്. നമ്മള് അല്ലാഹുവല്ലാത്ത ഒന്നും യഥാർത്ഥത്തിലില്ല. അതുകൊണ്ടാണല്ലോ ലബീദ് എന്ന് പറഞ്ഞ കവി പറഞ്ഞല്ലോ അല്ലാത്ത എല്ലാം അല്ല മാത്രം ഹക്കുള്ളൂ, ബാക്കിയെല്ലാം ബാത്തിലാന്ന് പറഞ്ഞ സന്ദർഭത്തില് ഇത്രത്തോളം ഹിക്കുമത്തുള്ളൊരു വചനം മറ്റാരും പറഞ്ഞിട്ടില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നെ അവരെ കുറിച്ചിട്ട് ആ ലബീദ് എന്ന് പറഞ്ഞ കവിയെ കുറിച്ച് പ്രശംസിച്ച് പറഞ്ഞതായിട്ട് നമുക്ക് സ്വഹീഹ് ബുഖാരിയിലൊക്കെ ഒരു ഹദീസ് കാണാൻ സാധിക്കും. അപ്പൊ ഇവിടെ ഏറ്റവും വലിയ രഹസ്യം അതിലേക്ക് ഇതിനേക്കാളും ഉപരിയായ മറ്റൊരു രഹസ്യം ഉണ്ടെന്ന് ഷെയ്ഖ് പറഞ്ഞിട്ട് പറയുകയാണ്. സുമ്മസ്സിറുല്ലദീ ഫൗക ഹാദാ, ഇതിനും ഉപരിയായ മറ്റൊരു രഹസ്യം എന്തെന്നാൽ ഫീ ഹാദിഹിൽ മസ്അല, ഇത്തരത്തിലുള്ള വിഷയങ്ങളിൽ അതെന്തെന്നാൽ അന്നൽ മുംകിനാത്തി, തീർച്ചയായും സാധ്യമായ വസ്തുക്കൾ അല്ലെങ്കിൽ ഉണ്ടാവുക സാധ്യമായ വസ്തുക്കൾ നമ്മുടെ സൃഷ്ടികളെല്ലാം തന്നെ അവയെന്താണ് അല അസ്ലിഹ, അവയുടേതായ യാഥാർത്ഥ്യത്തിൽ അവയുടേതായ മൗലികമായ യാഥാർത്ഥ്യത്തിൽ നോക്കിക്കഴിഞ്ഞാൽ എവിടുന്നുള്ളതാണ്? മിനൽ അദമി, ഇല്ലായ്മയിൽ നിന്നാണ്. ഇല്ലാലോ, വുജൂദിലില്ലാലോ നമ്മൾ വുജൂദിലില്ല. അദമ് എന്ന് പറയുന്ന സന്ദർഭം തീരെ ഇല്ല എന്നല്ല, നമ്മൾ അള്ളാന്റെ ഇൽമിലുണ്ട്. സ്വന്തമായ ഒരു അസ്തിത്വം വുജൂദ് നമുക്ക് അപ്പോഴും ഇല്ല ഇപ്പോഴും ഇല്ല. അപ്പൊ എന്താണ് നമ്മൾ യഥാർത്ഥത്തിൽ ആ ഒരു ഇല്ലായ്മയാണ്. ഇല്ലായ്മയിൽ നിന്നാണ് നമ്മൾ യഥാർത്ഥത്തില് ഈ ഉണ്ടാവൽ സാധ്യമായതായ എല്ലാ വസ്തുക്കളും സൃഷ്ടികളും എല്ലാം തന്നെ ഉള്ളത്. ഇതാണ് ഏറ്റവും വലിയൊരു നേരത്തെ പറഞ്ഞതിനേക്കാളും മുകളിൽ ഈ വിഷയത്തിലുള്ള രഹസ്യം. ഇതുപോലത്തെ എല്ലാ വിഷയങ്ങളുടെ രഹസ്യം ചില ഷെയ്ഖ് അക്ബർ അങ്ങനെ പറയുന്നതിൽ ഉദ്ദേശിച്ചത് ഇതിപ്പോ ഇവിടെ ദീനിനെ കുറിച്ചാണ് ചർച്ച. ദീനല്ലാത്തതായ എല്ലാ വിഷയങ്ങളിലും നമ്മൾ നോക്കിക്കഴിഞ്ഞാലും ഇത് തന്നെയാണ് അതിൻ്റെ ഉള്ളിലുള്ള ഏറ്റവും വലിയ പൊരുള് എന്ന് പറഞ്ഞിട്ട് പറയുകയാണ്. വലൈസ വുജൂദുൻ, ഒരു വുജൂദുമില്ല, ഇല്ലാ വുജൂദൽ ഹഖി, ഹക്കിന്റെ വുജൂദല്ലാത്ത മറ്റൊരു വുജൂദുമില്ല എന്ന് ഷെയ്ഖ് പറയുകയാണ്. പിന്നെ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മളൊക്കെ ഇല്ലേ എന്ന ഒരു ചോദ്യം പറയുകയാണെങ്കിൽ അതിനുള്ള ഉത്തരമായി ഷെയ്ഖ് തുടർന്ന് പറയുന്നു, ബിസുവരി അഹ്വാലി മാഹിയ അലൈഹിൽ മുംകിനാതു ഫി അൻഫുസിഹാ വ അയ്യാനിഹ. അപ്പൊ ഹക്കിന്റെ വുജൂദല്ലാത്ത മറ്റൊരു വുജൂദ് ഇല്ല. പക്ഷെ ആ വുജൂദ് എങ്ങനെയാണുള്ളത്? ബിസുവരി അഹ്വാല്, അവസ്ഥകളുടേതായ രൂപങ്ങൾ, മാഹിയ അലൈഹിൽ മുംകിനാതു ഫി അൻഫുസിഹാ വ അയ്യാനിഹ, മുംകിനാത്തുകളായ ഉണ്ടാവൽ സാധ്യമായ വസ്തുക്കള് അവ സ്വയം തന്നെ അല്ലെങ്കിൽ അവയുടെ ഐനുകളിലും ഏതേത് അവസ്ഥകളിലായിട്ടാണുള്ളത്, ആ അവസ്ഥകൾക്കനുസൃതമായി അവയ്ക്കുള്ള രൂപങ്ങൾ എന്തോ ആ രൂപങ്ങളിലൂടെയെല്ലാം തന്നെ യഥാർത്ഥത്തില് വെളിപ്പെട്ടിട്ടുള്ളത് എന്താണ്? ഹക്കിന്റെ വുജൂദ് മാത്രമാണ്. അങ്ങനെ വുജൂദ് യഥാർത്ഥ ഹക്കിന്റെ വുജൂദല്ലാത്ത മറ്റൊരു വുജൂദുമില്ല എന്ന് ഷെയ്ഖ് പറയാണ്. അപ്പൊ യഥാർത്ഥത്തില് ഞാനിപ്പോ വേദന അനുഭവിക്കുന്നു, അള്ളാഹുവിൽ നിന്നുള്ള പ്രതിഫലം എന്ന രീതിയിൽ എന്താണ് ചിലപ്പോ സ്വർഗീയമായ സുഖങ്ങൾ അനുഭവിക്കാം,
അല്ലെങ്കിൽ എന്താണ് പലതരത്തിലുള്ള സന്തോഷങ്ങളും ദുഃഖങ്ങളും എല്ലാം തന്നെ നമ്മളെന്ത് ചെയ്യുക, ഈ ദുനിയാവിലോ ആഖിറത്തിലോ മറ്റേതെങ്കിലും ലോകത്തൊക്കെ അനുഭവിച്ചെന്ന്. അപ്പൊ ഇവിടെ എല്ലാം തന്നെ യഥാർത്ഥത്തിൽ ഞാനില്ല, പിന്നെ ആരാണുള്ളത്? അള്ളാഹു ആണല്ലോ ഉള്ളത്. അള്ളാഹു തന്നെയല്ലേ എൻ്റെ അയ്യാനുകളുടെ, എൻ്റെ അൻഫുസിൻ്റെതായ വ്യത്യസ്തമായ അവസ്ഥകളുടെ രൂപത്തിൽ അവന്റെ വുജൂദ് തന്നെയല്ലേ ഇവിടെ എല്ലാം വെളിപ്പെട്ടിട്ടുള്ളത്. അപ്പൊ അങ്ങനെ നോക്കിക്കാൻ അവനല്ലാതെ ആരാണുള്ളത്? അപ്പൊ അങ്ങനെ പറയുകയാണെങ്കിൽ ഫഖദ് അലിംത അല്ലെങ്കിൽ ഫഖദ് അലിംതു, അങ്ങനെയാണെങ്കിൽ ഞാൻ അറിഞ്ഞു അല്ലെങ്കിൽ നീ അറിഞ്ഞു എന്ത് ഷെയ്ഖ് പറയുകയാണ്. എന്താണ് അറിഞ്ഞത്? അല്ലമു, ആരാണ് ആ ഒരു സന്തോഷകരമായ സംഗതി ആസ്വദിച്ചതെന്നും അല്ലെങ്കിൽ ആർക്കാണ് വേദന അനുഭവിച്ചതെന്നും എന്നുള്ളത് എന്താണ്? ഞാൻ അറിഞ്ഞു കഴിഞ്ഞു അല്ലെങ്കിൽ നീ അറിഞ്ഞു കഴിഞ്ഞു എന്ന് ഷെയ്ഖ് പറയുകയാണ്. ഇവിടെ പറഞ്ഞതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ ഒരു വേദന അനുഭവിക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സുഖത്തെ ആസ്വദിക്കാനോ ഒന്നും തന്നെ യഥാർത്ഥം നമ്മളില്ലാലോ. യഥാർത്ഥത്തിലുള്ളത് അവൻ തന്നെയല്ല. അപ്പൊ ആരാണ് യഥാർത്ഥത്തിൽ ആ വേദന അറിഞ്ഞത്? ആരാണ് യഥാർത്ഥത്തിൽ ആ വേദന അനുഭവിച്ചത്? ആരാണ് യഥാർത്ഥത്തിൽ ആ ഒരു സുഖകരമായ ഒരു കാര്യത്തെ ആസ്വദിച്ചത് എന്നുള്ളത് ചോദിച്ചു കഴിഞ്ഞാൽ അത് അള്ളാഹുവാണ്. ആ വുജൂദുൽ ഹക്ക് തന്നെയാണ് എന്ന് പറയാണ്. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടെ തനാസുൽ അല്ല തനസുൽ പിന്നെ തനസുൽ എന്ന് പറയുന്ന ഒരു വിഷയമുണ്ട്. യഥാർത്ഥത്തിൽ ഹക്കിൻ്റെതായ പരമമായ യാഥാർത്ഥ്യത്തെ എന്താണ് വിവിധങ്ങളായ അസ്തിത്വത്തിന്റെ മണ്ഡലങ്ങളിലുള്ള സംഗതികളിലൂടെ എല്ലാം തന്നെ എന്താണ് അവൻ തന്നെയാണ് യഥാർത്ഥത്തിലുള്ളത്. ഇതിലൂടെ എല്ലാം വെളിപ്പെട്ടിട്ടുള്ളത്. അപ്പൊ ഞാനൊരു വേദന അനുഭവിച്ച ഞാൻ അനുഭവിച്ചിട്ടില്ല എന്നല്ല പറയുന്നത്, ഞാൻ തന്നെയാണ് അനുഭവിച്ചത്. ഞാനൊരു കാര്യത്തെ ആസ്വദിച്ച ഞാൻ ആസ്വദിച്ചില്ല എന്നുള്ളത് ഞാൻ തന്നെയാണ് ആസ്വദിച്ചത്. പക്ഷെ അതിന്റെ ഉള്ളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ എന്താണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ആരാണ് യഥാർത്ഥത്തിൽ ഇതൊക്കെ ആസ്വദിച്ചത് സംഗതി എന്നുള്ളത്. നമ്മുടെ ഉള്ളിലുള്ളൊക്കെ ഒരു യാഥാർത്ഥ്യത്തെ അനുഭവിക്കുന്നതിലേക്ക് ആണ് ഷെയ്ഖ് നമ്മൾ ക്ഷണിക്കുന്നത്. അല്ലാതെ നമ്മളെന്നൊരു കാര്യത്തെ നിഷേധിച്ചതല്ല എന്ന് നമ്മൾ കൃത്യമായും മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പറഞ്ഞ ഖുദ്സിയായ ഹദീസിൽ ഇങ്ങനെയൊക്കെ ഇല്ലേ, ഞാൻ രോഗിയായിരുന്നു എന്നുള്ള പറയുന്നതായിട്ട്, ഞാൻ വിശന്നവനായിരുന്നു എന്നുള്ള പറയുന്നതായിട്ട്, ആ രീതിയിലൊക്കെ പിന്നെ പറയുന്നുണ്ടല്ലോ. അപ്പൊ അൾട്ടിമേറ്റ്ലി എന്താണ് എല്ലാ റിയാലിറ്റിയും അവനിലേക്കല്ലേ ചെന്ന് ചേരുന്നത്. ഈ ഒരു വിഷയമാണ് എല്ലാത്തിനും പൊരുള്ളത്. കാരണം ഇങ്ങനെ ഒരു സംഗതി ഉണ്ടാകാൻ കാരണം എന്താണ്? ഞാൻ രോഗിയായിരുന്നു അല്ലാഹു പറയാൻ കാരണം എന്താണ്? യഥാർത്ഥത്തിൽ രോഗി എന്നുള്ളത് അവന് യഥാർത്ഥത്തിൽ സ്വന്തമായി വുജൂദില്ലാത്ത ഒന്നാണല്ലോ. അപ്പൊ അവന് വുജൂദ് നൽകിയതിലൂടെ ആരുടെ വുജൂദാണ് അവന്റെ കൂടെ വെളിപ്പെട്ടിട്ടുള്ളത്? അള്ളാഹിന്റെ വുജൂദാണ് വെളിപ്പെട്ടിട്ടുള്ളത്. ഇതാണ് നമ്മൾ ആ ഒരു വിഷയത്തിൽ മനസ്സിലാക്കേണ്ടതായ ഒരു കാര്യം. അതുപോലെ തന്നെ ആരാണ് ആസ്വദിച്ചതെന്നും ആരാണ് വേദന അനുഭവിച്ചതെന്നും അതുപോലെ തന്നെ വേറൊരു കാര്യം കൂടെ അതിനെ തുടർന്നുകൊണ്ട് അതിന്റെ മുകളിലാണ് നമ്മളുടെ കളി അടുത്തത്. അതെന്ന് പറഞ്ഞാൽ കുല്ല ഹാലിൻ മിനൽ അഹ്വാൽ, അതുപോലെ തന്നെ ഓരോ ഹാലിനെ പിന്തുടർന്ന് പകരമായിട്ട് വരുന്ന മറ്റൊരു ഹാലും എന്താണെന്നുള്ളതും ഞാൻ അറിയുന്നു. അപ്പൊ ഓരോ ഹാലിലൂടെയും യഥാർത്ഥത്തിൽ എന്താണ്, ഓരോ ഹാലും എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അതിലൂടെ എല്ലാം വെളിപ്പെട്ടതാരാണ്? അവൻ തന്നെയല്ലേ. അപ്പൊ യഥാർത്ഥ ഓരോ ഹാലിന് ശേഷമുള്ള ഒരു ഹാലിൽ തുടർന്ന് വരുന്നത് ഹക്കാണ്, ഹക്കിൻ്റെതായ കാര്യങ്ങളാണ് എന്നുള്ളതും എന്താണ് ഞാൻ അറിഞ്ഞു കഴിഞ്ഞു എന്ന് പറയുകയാണ്. അപ്പൊ ഇവിടെ ഒരു തുടർച്ചയുടെ ഒരർത്ഥം ഇവിടെ വരികയാണ്. ഇവിടെയാണ് നമ്മൾ യാക്കൂബ് അലൈഹി സ്വലാമിന്റെ പേരിലേക്ക് നമ്മൾ മടങ്ങുന്നത്. യാക്കൂബ് അലൈഹി സ്വലാം എന്ന് പറഞ്ഞാൽ പകരം വന്നവൻ എന്നാണല്ലോ യാക്കൂബ് എന്ന വാക്കിന്റെ അർത്ഥം. ഒന്നിന് പകരമാക്കപ്പെട്ടത്, who has been supplanted for another എന്നൊരർത്ഥാണ്. അതിനെക്കുറിച്ച് ബൈബിളിലൊക്കെ വന്ന കഥ എന്ന് പറഞ്ഞാൽ യാക്കൂബ് അലൈഹി സ്വലാമിന്റെ മൂത്ത സഹോദരന് പകരമായിട്ട് നബി സ്ഥാനം കിട്ടിയത് യാക്കൂബ് നബിക്കാണെന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും ഒരു പകരമാക്കപ്പെടുക എന്നൊരർത്ഥമാണ്. ഒന്നിനെ തുടർന്ന് വരുന്ന അല്ലെങ്കിൽ ഒന്നിന് പകരമായി വരുന്ന ഒരു അർത്ഥം, ഒന്നിനെ തുടർന്ന് ഒന്നിന്റെ കോൺസിക്വന്റ് ആയിട്ട് വരുന്ന ഒരു കാര്യത്തെ കുറിക്കാനാണ് പിന്നെ യാക്കൂബ് എന്ന വാക്ക് നമ്മൾ ഉപയോഗിക്കുന്നത്. അതാണ് യാക്കൂബ് എന്ന് പറയുന്നത്. ആ ദീനിന്റെ ഏറ്റവും ആന്തരികമായ പൊരുളിനെയാണ് യഥാർത്ഥത്തില് യാക്കൂബ് അലൈഹി സ്വലാമിന്റെ ഹിക്മത്ത് പ്രതിനിധീകരിക്കുന്നുള്ളത് എന്ന് നമുക്ക് വ്യക്തമാകുന്നത് ഈ ഒരു ഇതിലാണ്.
മനസ്സിലാണല്ലേ? മിനൽ അഹ്വാൽ, ഓരോ അവസ്ഥ, പിന്നെ ഓരോ അവസ്ഥകളിൽപ്പെട്ട ഓരോ അവസ്ഥയും തുടർന്ന് വരുന്നതായ അവസ്ഥ എന്താണെന്നുള്ളതും ഞാൻ ഇതിലൂടെ അറിയുന്നു. കാരണം എല്ലാ അവസ്ഥയും നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അവിടെ എല്ലാം തന്നെ ഹക്കിൻ്റെതായ ഒരു തജല്ലിയാണ് അവിടെ എല്ലാം ഉണ്ടായിത്തീരുന്നത്. അപ്പൊ ഓരോ ഹാലിലും യഥാർത്ഥത്തിലുള്ളത് എന്താണ്? അവൻ തന്നെയാണ് എന്നുള്ളൊരു സംഗതി മനസ്സിലാകുന്നുണ്ടല്ലോ. വബിഹി, അതുകൊണ്ടാണ് വബിഹി സുമ്മി, അതുകൊണ്ടാണ് ഈ കാര്യത്തെ വിളിക്കപ്പെടുന്നത് എന്തായിട്ട്? ഉഖൂബത്തൻ വ ഇഖാബ, ഉഖൂബത്ത് എന്നും ഇഖാബ് എന്നും ഒക്കെ വിളിക്കുന്നത്, പ്രതിഫലം പിന്നെ എന്ന രീതിയിലൊക്കെ ശിക്ഷ എന്നൊക്കെ വിളിക്കുന്നതും ഈ ഒരു കാരണം കൊണ്ടാണ്. മനസ്സിലാല്ലേ? അപ്പൊ എന്തൊരു ഹൈറും ഷർറും നമ്മളിലേക്ക് വന്നു കഴിഞ്ഞാൽ അത് നമ്മൾ എന്ത് ചെയ്യും? ഇഖാബ് അല്ലെങ്കിൽ ഉഖൂബത്ത് എന്ന് വിളിക്കും. പ്രതിഫലം, ശിക്ഷ എന്നൊരർത്ഥത്തെ എല്ലാം തന്നെ നമ്മൾ അതിനെ വിളിക്കാറുണ്ടല്ലോ. അപ്പൊ ചിലപ്പോ തന്നെ സാധാരണഗതിയിൽ നമ്മൾ ഇഖാബ് പിന്നെ ഉഖൂബത്ത് എന്നൊക്കെ പറയുമ്പോൾ ശിക്ഷ എന്നുള്ളതിനെ കുറിക്കാനാണ് പറയാറുള്ളത്. അതാണ് ഷെയ്ഖ് പറഞ്ഞത് വഹുവ, പിന്നെ അങ്ങനെയാണ് ഈ ഉഖ്ബ, ഒന്നിന് പകരമായി ഒന്ന് വരിക, അങ്ങനെയാണല്ലോ പ്രതിഫലം എന്ന് പറഞ്ഞാൽ ഒരു കാര്യം ചെയ്ത് അതിന് പകരമായിട്ട് തരുന്നതിനെ കുറിച്ചിട്ടല്ല പറയുന്നത്. അപ്പൊ ഒരു ഹാലിനെ തുടർന്ന് മറ്റൊരു ഹാല് വരുന്നത് എന്താണ്? ആദ്യത്തെ ഹാലിന്റെ ഒരു കോൺസിക്വൻസ് ആയിട്ടാണ് അടുത്തൊരു ഹാല് വരുന്നത് എന്നൊരവസ്ഥ അതിലുണ്ട്. അപ്പൊ നമ്മളെ ജീവിതത്തിലെ ഓരോ സന്ദർഭങ്ങളും അവസ്ഥകളും നമ്മൾ ഇങ്ങനെ ചിന്തിച്ചു വെക്കുക ദീനിയായിട്ട്. ഞാൻ ആ കൊട്ടേഷനിൽ പറയണ ദീന് എന്നൊരവസ്ഥ, അതിന്റെ പിന്നെ അർത്ഥങ്ങള്, ഇൻതിയാദ്, അതിന്റെ ജസാ, അതുപോലെ തന്നെ ഇവിടെ പറഞ്ഞത് അതാണ് പല, അതിന് ഇക്കാബ്, ഉഖൂബത്ത്. അപ്പൊ യാക്കൂബ് അലൈഹി ഇസ്ലാമിന്റെ ഹിക്കുമത്ത്, ആ സംഗതികളുടെ എല്ലാ ഒരു ഇതിലൂടെ കാഴ്ചയിലൂടെ നമ്മൾ ഇത് കാണുമ്പോൾ വളരെ രസമുണ്ട ഒരു കാര്യമാണല്ലോ. അതുകൊണ്ടാണ് ഷെയ്ഖ് പറഞ്ഞത് വഹുവ സായിഗുൻ ഫിൽ ഖൈരി വശർരി. അത് യഥാർത്ഥത്തിൽ നമ്മുടെ യുക്കൂബത്ത്, ഇക്കാബ് എന്ന് പറഞ്ഞൊരു വാക്ക്, അത് നമുക്ക് ഹൈറിന്റെ കാര്യത്തിലും ഷർറിന്റെ കാര്യത്തിലൊക്കെ പ്രയോഗിക്കാൻ പറ്റുന്ന ഒരു വാക്കാണ്. ഇവിടെ ഉക്കൂബ്, ഇക്കാബത്ത് എന്ന് പറയുന്നത് ദീനിന്റെ അർത്ഥം. അത് നമ്മളുടെ അദമീയത്ത്, നമ്മളുടെ ഇല്ലായ്മയിൽ നിന്നും അവൻ്റെതായ യഥാർത്ഥ വുജൂദിൽ നിന്നുമാണ് ദീനിന്റെ ഏറ്റവും പിന്നെ പിന്നെ മൗലികമായ ഏറ്റവും പിന്നെ രഹസ്യ ഗോപ്യമായ ഒരർത്ഥത്തിലേക്ക് നമ്മൾ എത്തിച്ചേരുന്നത്. അങ്ങനെ പറയുന്ന സന്ദർഭത്തിൽ നമുക്ക് ഈ ഇഖാബത്ത്, ഉഖൂബ് എന്നുള്ളത് എന്താണ്? നല്ല ഗുണപരമായ കാര്യങ്ങളെ കുറിച്ച് പറയാൻ, അല്ലെങ്കിൽ ഉപദ്രവകരമായ കാര്യങ്ങളെ കുറിച്ച് പറയാനൊക്കെ തന്നെ നമുക്ക് അത് ഉപയോഗിക്കാൻ പറ്റും. അതാണ് വഹുവ സായിഉൻ ഫിൽ ഖൈരി വൽ ശർരി. ഇറ്റ് ഈസ് അപ്ലിക്കബിൾ ഇൻ ദ കേസ് ഓഫ് ഹൈർ ആസ് വെൽ ആസ് ശർ എന്നാണ്. പക്ഷെ എന്താണ് ഗൈറ അന്നൽ ഉർഫ, പക്ഷെ എന്താണ് നമ്മുടെ നടപ്പ്, ഭാഷാപരമായ ഒരു നടപ്പും പിന്നെ രീതികളൊക്കെ ഉണ്ടല്ലോ, സാധാരണ നാട്ടു നടപ്പ്. അത് വെച്ചിട്ട് എന്താണ് നമ്മൾ സാധാരണ ചെയ്യാറുള്ളത്? എന്താണ്? സമ്മാവു ഫിൽ ഹൈരി സവാബ. ഹൈറ് എന്നുള്ളത് നല്ലതായ ഒരു പ്രതിഫലം, പിന്നെ ഹൈറ് നല്ലതായ ഒരു കാര്യം ലഭിക്കുമ്പോൾ അതിന് നമ്മൾ സവാബ് എന്ന് പറയും. വഫി ശരി ഇഖാബ്, ഷർറായ ഒരു കാര്യമാണ് വന്നെത്തുന്നതെങ്കിൽ നമ്മൾ അതിന് ഇഖാബ് എന്ന് പറയും. ആദ്യത്തേത് പ്രതിഫലം എന്നുള്ള, രണ്ടാമത് ശിക്ഷ എന്നൊരർത്ഥത്തിൽ നമ്മൾ അതിനെ വേർതിരിച്ച് പറയാറുണ്ടെങ്കിലും ഇഖാബ് എന്ന് പറയുന്ന വാക്ക് എന്താണ്? ഒന്നിനെ തുടർന്ന് വരുന്ന ഒന്ന് എന്നൊരർത്ഥത്തിൽ ഒരു കാര്യം നമ്മൾ ചെയ്യുന്ന അതിനോട് പ്രതിഫലം അതിനെ തുടർന്ന് വരുന്നതാണോ, അല്ലെങ്കിൽ ഒരു അവസ്ഥ, ഏതൊരവസ്ഥയുടെ യഥാർത്ഥത്തിൽ അള്ളാഹു തന്നെയാണുള്ളത്. നമ്മളൊരു കാര്യം ചെയ്യുന്നത് യഥാർത്ഥത്തിൽ എന്താണ്? ഒരു അവസ്ഥയാണ്. ആ അവസ്ഥയിലൂടെ അള്ളാഹുവിൻ്റെതായ പ്രത്യേകമായ ഒരു ഡിസ്ക്ലോസറാണ് നമ്മളൊരു കാര്യം ചെയ്യാന്നുള്ളത്. അപ്പൊ ആ കാര്യം ചെയ്തു കഴിഞ്ഞാൽ അതിനൊരു പ്രതിഫലം ഉണ്ടാകുന്ന ഒരു അവസ്ഥ അതിന് കോൺസിക്വന്റ് ആയിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ അവിടെയും എന്താണ്? നമ്മളുടേതായ ഒരു ഐനിന്റെ അവസ്ഥക്കനുസരിച്ച് അള്ളാഹുവിൽ നിന്നുള്ള സവിശേഷമായ ഡിസ്ക്ലോസർ അവിടെ ഉണ്ടായി എന്നുള്ളത് തന്നെയാണ്. ഇതില്ലാത്തൊരവസ്ഥ സ്വർഗത്തിലോ നരകത്തിലോ എവിടെയും ഇല്ല. എവിടെയില്ല, ദുനിയാവിലും ഇല്ല, ആഖിറത്തിലും ഇല്ല, എവിടെയില്ല, ഖബറിലും ഇല്ല, എവിടെയില്ല. അതുകൊണ്ടാണ് ഷെയ്ഖ് പറയുന്നത് വലിഹാദ, ഈ ഒരു കാര്യം കൊണ്ട്, വലിഹാദ ഈ ഒരു കാര്യം കൊണ്ട് സുമ്മിയ വിളിക്കപ്പെട്ടിരിക്കുന്നു, ഔ ശുരിഹ അല്ലെങ്കിൽ ഷറഹ് ചെയ്യപ്പെട്ടിരിക്കുന്നു, വിശദീകരിക്കപ്പെട്ടിരിക്കുന്നു. എന്തിനാ? അദ്ദീൻ, ദീന് എന്നതിനാ ഇങ്ങനെ വിശദീകരിക്കപ്പെട്ടിരിക്കുന്നു. എങ്ങനെ? അൽ ആദ, ആദത്ത് എന്ന രീതിയിൽ വിശേഷിക്കപ്പെട്ടിരിക്കുന്നു. ആദത്ത് എന്ന് പറഞ്ഞാൽ ഒരു കാര്യം ആവർത്തിച്ച് വരുന്നതിനെ കുറിച്ചിട്ടാണല്ലോ. അതുകൊണ്ട് നമ്മള് നടപ്പ്, നാട്ടു നടപ്പ്, ആചാരം, ഇങ്ങനത്തതായ പല അർത്ഥങ്ങളും നമ്മൾ ആദത്ത് എന്നൊരു വാക്കിന് കൊടുക്കാറുണ്ട്. സംതിങ് ഈസ് കമ്മിങ് അഗൈൻ അഗൈൻ, റിക്കറിങ്,
കോളിംഗ് ഇറ്റ് ആസ് ആൻ ആദ, ഹാബിറ്റ് എന്നൊക്കെ രീതിയിൽ നമ്മൾ അതിനെ വിളിക്കാറുണ്ടല്ലോ. വലിഹാദ സുമ്മിയാവു ശുരിഹദ്ദീൻ അദ്ദീനു ബിൽ ആദ. ഇതുകൊണ്ടാണ് ദീനിനെ നമ്മൾ വിളിക്കുന്നത് അല്ലെങ്കിൽ വിശദീകരിക്കുന്നത് ഒരു ആദത്ത് എന്ന രീതിയിൽ. അങ്ങനെയാണ് നമ്മൾ ദീനിന്റെ മൂന്നാമത്തെ അർത്ഥത്തിലേക്ക് എത്തുന്നത്. അപ്പൊ ദീനിന്റെ ആദ്യത്തെ അർത്ഥം നമുക്ക് ഷെയ്ഖുൽ അക്ബർ പറഞ്ഞു തന്നത് അത് ഇൻതിയാദാണ്. രണ്ടാമത്തെ അർത്ഥത്തെ ഷെയ്ഖ് നമുക്ക് പറഞ്ഞത് എന്താണ്? അത് ജസാ ആണ്. അങ്ങനെ അതിൽ നിന്ന് ആദത്ത് എന്നൊരർത്ഥം അതിലേക്ക് ഷെയ്ഖ് നമ്മളെ എത്തിക്കാൻ കാരണം എന്താണ്? ലിഅന്നഹു ആദ അലൈഹി മാ യഖ്തലീഹി വയത്ലുബുഹു ഹാലുഹു. കാരണം അവനിലേക്ക് വന്നെത്തിച്ചേരുന്നത് എന്താണ്? മാ യഖ്തലീഹി, എന്താണോ താല്പര്യപ്പെടുന്നത്, വയത്ലുബുഹു, എന്താണ് തേടുന്നത്, എന്ത് അവന്റെ അവസ്ഥ, അവന്റെ ഹാൽ എന്താണോ തേടുന്നത് അതാണ് അവനിലേക്ക് വിസിറ്റ് ചെയ്യുന്നത്. ആദ, അവനിലേക്ക് എത്തിച്ചേരുന്നത്. അതുകൊണ്ടാണ് അതിനെ ആദത്ത് എന്ന് വിളിക്കുന്നത്. മനസ്സിലായില്ലേ? അപ്പൊ നമ്മൾ എന്താണ് ഒരു ഹാബിറ്റ്, നടപ്പ് എന്നൊക്കെ പറഞ്ഞ രീതിയിൽ നമ്മൾ കാര്യങ്ങളെ കുറിച്ച് പറയുമ്പോൾ എന്താണ്, നമുക്കൊരു ഹാലുണ്ട്, ആ ഹാല് താല്പര്യപ്പെടുന്ന ഒരു കാര്യമുണ്ട്, ആ ഹാല് തേടുന്ന ഒരു കാര്യമുണ്ട്. ആ കാര്യം ഹക്കായ അള്ളാഹുവിന് നമ്മളിലേക്ക് എത്തിച്ചേരുന്നു. അതിനെയാണ് നമ്മൾ എന്ത് പറയുക? ആദത്ത് എന്ന് പറയുന്നത്. ദീനു അൽ ആദ, ദീൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ആദത്താണ് എന്ന് പറഞ്ഞിട്ട് ഷെയ്ഖ് ഒരു കവിയുടെ കവിത പറയുകയാണ്. ഖാല ശായിറു, ഒരു കവി പാടിയിട്ടുണ്ട്, കദീനിക മിൻ ഉമ്മുൽ ഹുവൈരിസി, കദീനിക മിൻ ഉമ്മിൽ ഹുവൈരിസി ഖബലഹ. ഇവൾക്ക് മുമ്പിനി ഉമ്മുൽ ഹുവൈരിസിന്റെ കാര്യത്തിലുള്ള നിന്റെ ദീന് പോലെ എന്ന് പറയുകയാണ്. നിന്റെ നടപ്പ്, ഉമ്മുൽ ഹുവൈരിസിന് മുമ്പ് അയാൾ വേറൊരാളെ കല്യാണം കഴിച്ചാണ്, എന്താണെന്നുള്ളാവോ നമുക്കറിയില്ല. കദീനിക മിൻ ഉമ്മിൽ ഹുവൈരിസി ഖബലഹ, പിന്നെ ഈ അവൾക്ക് മുമ്പ് എന്താണ്, നീ ഉമ്മുൽ ഹുവൈരിസിന്റെ അടുക്കലുള്ള നിന്റെ ദീൻ എന്നാണ്, നിന്റെ ശീലം, നിന്റെ നടപ്പ്, നിന്റെ സ്വഭാവം, പിന്നെ എന്നുള്ള രീതിയിലൊക്കെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ആദത്ത് എന്നുള്ളത് അവിടെ ആദത്തിന് പകരം ദീൻ എന്നുള്ള വാക്ക് ഇവിടെ അറബി ഭാഷയിൽ ഉപയോഗിച്ച് നോക്കാം. കദീനിക മിൻ ഉമ്മിൽ ഹുവൈരിസി ഖബലഹ എന്ന് പറയുകയാണ്. അപ്പോ അവിടെയാണ് നമ്മളിപ്പോ ഇവിടെ നിർത്തിയിട്ടുള്ളത്. ഇൻഷാ അല്ലാഹ് പിന്നെ തുടർന്നൂടെ? സമയം താമസിച്ചാ? ഇല്ല തഫ്സല്, ഒരു 10 മിനിറ്റൂടെ തുടരാൻ പറ്റും. ഓക്കെ. ലാക്കിന്ന, പക്ഷേ, അല്ല അതിന് മുമ്പ് ഇടാം. അപ്പൊ മഅ്ഖൂലുൽ ആദത്തി, ആദത്ത് എന്നതിലൂടെ മനസ്സിലാക്കപ്പെടുന്ന ഒരു കാര്യം, വാട്ട് ഈസ് ബീങ് അണ്ടർസ്റ്റുഡ് ഫ്രം ദ വേർഡ് ആദ. ആദത്ത് എന്നൊരു വാക്കിലൂടെ നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം എന്താണ്? യഊദൽ അംറ, ഒരു കാര്യം മടങ്ങുക എന്നുള്ളതാണ്. ബി ഐനിഹി, അതായിക്കൊണ്ട് തന്നെ, ഒരു സംഗതി അതായിക്കൊണ്ട് തന്നെ മടങ്ങണം. ഇലഹാലി, അതിന്റെ ഒരു അവസ്ഥയിലേക്ക്. ഒരു കാര്യം നമ്മൾ ആദത്ത് എന്ന് പറയുമ്പോൾ എന്താണ്? ഒരു കാര്യം, എന്തെങ്കിലും ഒരു കാര്യം മടങ്ങണല്ലോ. മടങ്ങുമ്പോൾ പോയി ഒരു കാര്യം മടങ്ങും. ഒരു കാര്യം എന്താണ്? അത് അതായി തന്നെ, ഇൻ ഇറ്റ് സെൽഫ്, അതായി തന്നെ അതിൻ്റെതായ പൂർണ്ണതയിൽ അതിൻ്റെ ഒരു അവസ്ഥയിലേക്ക് പോകണം, അല്ലെങ്കിൽ റീവിസിറ്റ് ചെയ്യണം, റിക്കർ ചെയ്യണം. അങ്ങനെയൊക്കെ പറയുമ്പോഴാണ് നമ്മൾ എന്താ പറയുക, ആദത്ത് എന്ന വാക്കിലൂടെ മനസ്സിലാക്കപ്പെടുന്ന ഒരു കാര്യമാണ്. വഹാദ ലൈസ സമ്മ, എന്നാൽ ജസാ എന്നത് ഇത് ഇങ്ങനെയല്ല. ജസാ എന്ന് പറഞ്ഞാൽ ഒരു കാര്യത്തിന് പ്രതിഫലമായിട്ട് വരുന്നതല്ല, ഒരു കാര്യം തന്നെ വീണ്ടും വരുന്നതല്ലല്ലോ. ഒരു ഹാലിനെ തുടർന്ന് അതേ ഹാലല്ലല്ലോ വരുന്നത്. അപ്പൊ ഇവിടെ എന്താണ് ഒരു പ്രശ്നം? ഫൈനൽ ആദത്തെ തക്രാർ, ഒരു റെപ്പിറ്റേഷൻ ആണ് ആദത്ത് എന്ന് പറയുന്നത്. ഒരു വസ്തു എങ്ങനെയാണോ ഉണ്ടായിരുന്നത് അത് അതേപോലെ തന്നെ വീണ്ടും വരുന്നതിനാണ് ആദത്ത് എന്ന് പറയുന്നത്. ഇതിപ്പോ പ്രതിഫലത്തിന്റെ കാര്യത്തിൽ നമുക്കത് അങ്ങനെ പറയാൻ പറ്റൂല. കാരണം എന്താ? ഫൈനൽ ആദത്തെ തക്രാർ, ആദത്തിലൊരു റെപ്പിറ്റേഷൻ ഉണ്ട്, റെക്കറൻസ് ഉണ്ട് എന്ന ഒരു സംഗതി ഇവിടെ ഷെയ്ഖ് പറയാണ്. മനസ്സിലാണല്ലേ? അപ്പൊ ഇവിടെ എന്താ വിഷയം എന്ന് പറഞ്ഞാല്, നമ്മള് പിന്നെ ഹക്കീക്കത്ത് का तकरार नहीं, तजल्ली का, ഹക്കീക്കത്ത് ഒന്നേ ഉള്ളൂ, ഒരു യാഥാർത്ഥ്യമുള്ളൂ. എന്നാൽ ഹക്കീക്കത്തിന്റെ തജല്ലിക്ക് എന്താണ്?
അത് പിന്നെ അത് വിവിധങ്ങളായിട്ട് ഹക്കീക്കത്തൊക്കെ തബദ്ദുലിനെ യാഥാർത്ഥ്യത്തിന് ഒരു മാറ്റമൊന്നുമില്ല, അതെപ്പോഴും ഒന്ന് തന്നെയാണ്. എന്നാൽ അതിന്റെ ഡിസ്ക്ലോഷർ എന്താണ്? അത് ഒരിക്കലും റിപ്പീറ്റ് ചെയ്യൂല. അള്ളാഹുവിന്റെ ഡിസ്ക്ലോഷർ സൃഷ്ടികളുടെ കൂടെ ഉണ്ടാകുന്ന സന്ദർഭത്തിൽ അവിടെ ഒരിക്കലും റെപ്യൂട്ടേഷൻ ഉണ്ടാവില്ല എന്നുള്ളതാണ് പിന്നെ എന്താ വിശ്വാസം. നമ്മൾ മനസ്സിലാക്കിയ അങ്ങനെയാണ്. ഒരിക്കലും തന്നെ അള്ളാഹു ഒരേ രീതിയിൽ തന്നെ രണ്ടാമത് അള്ളാഹിന്റെ ഡിസ്ക്ലോഷർ സൃഷ്ടി ലോകത്ത് ഉണ്ടാവില്ല. അള്ളാഹുവിന്റെ സംഗതിയാണല്ലോ ഇവിടെ ഡിസ്ക്ലോസർ ആയി വരുന്നതിനെ കുറിച്ച് നമ്മൾ ആദത്തിന്റെ ചർച്ചയിൽ വരുന്നത്. പക്ഷെ ആദത്ത് എന്നൊരു വാക്കിന് ഒരു കാര്യം അങ്ങനെ തന്നെ കൊണ്ടും വരണം. അങ്ങനെ വരുമ്പോൾ അത് റെപ്യൂട്ടേഷൻ ആണല്ലോ, റെക്കറൻസ് ആണല്ലോ, ഒരു സംഗതിയുടെ ഒരു യാഥാർത്ഥ്യത്തിന്റെ തന്നെ. പക്ഷെ ഇവിടെ അങ്ങനെയല്ലല്ലോ ജസാ, പ്രതിഫലം എന്ന് പറഞ്ഞാൽ. അത് പ്രതിഫലം എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താണ്? അള്ളാഹ് തന്നെ ആണൊരു പ്രതിഫലം. അൾട്ടിമേറ്റ് അള്ളാഹിന്റെ തന്നെ ഡിസ്ക്ലോസർ ആണല്ലോ ഒരു പ്രതിഫലം എന്ന് പറഞ്ഞ ഒരു അവസ്ഥയിലുള്ളത്. ലാക്കിന്ന എന്നാല് ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താ ഷെയ്ഖ് പറയാണ്, ലാക്കിന്നൽ ആദത ഹഖീഖത്തുൻ വാഹിദത്തുൻ മഅഖൂലത്തുൻ. പക്ഷേ കാര്യം എന്തെന്നാൽ ഈ ആദത്ത് എന്ന് പറയുന്നത് അത് ഹഖീഖത്തുൻ വാഹിദ, അതൊരൊറ്റ യാഥാർത്ഥ്യമാണ്. മഅഖൂലത്തുൻ, ഇറ്റ് ഈസ് ഇന്റലിജിബിൾ, അത് മനസ്സിലാക്കാൻ കഴിയുന്ന, നമുക്ക് പിന്നെ ചിന്തനീയമായ, മനസ്സിലാക്കാൻ പറ്റുന്ന, നമ്മൾക്ക് ഗ്രഹിക്കാനാവുന്ന ഒരൊറ്റ യാഥാർത്ഥ്യമാണ് എന്ത്? ആദത്ത് എന്ന് പറയുന്നത്. ആദത്ത് എന്നുള്ളത് എന്താണ്? പിന്നെ ഒരു ഒറ്റ യാഥാർത്ഥ്യമാണ്, ഒരൊറ്റ യാഥാർത്ഥ്യം തന്നെയാണ് ആദത്ത്. മനസ്സിലാണല്ലേ? ഒറ്റ യാഥാർത്ഥ്യമാണ്. എന്നാല് യാഥാർത്ഥ്യം ഒന്നേ ഉള്ളൂ. ഈ ആദത്തിന്റെ കാര്യത്തില് നമ്മൾ മനസ്സിലാക്കേണ്ട സംഭവം എന്താന്ന് പറഞ്ഞാൽ, ഇവിടെ ആദത്ത് എന്ന് പറയുമ്പോൾ ഒരു യാഥാർത്ഥ്യം തന്നെ റീവിസിറ്റ് ചെയ്യാണ്. പക്ഷെ നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത് എവിടെയാണ് ഈ ഒരു റെക്കറൻസ് സംഭവിക്കുന്നത്. ആ റെക്കറൻസ് സംഭവിക്കുന്നത് എവിടെയാന്ന് ചോദിച്ചാൽ വിവിധങ്ങളായ രൂപങ്ങളിലുള്ള പരസ്പര സാമ്യങ്ങൾ ഉള്ള കാര്യമാണ്. ഒരു യാഥാർത്ഥ്യം എന്താണ്? വിവിധങ്ങളായ രൂപങ്ങളിലേക്ക്, പല രൂപങ്ങളിലേക്കും വന്നേക്കാം, പല അവസ്ഥകളിലും പല രൂപങ്ങളിലും. പക്ഷെ അവ തമ്മിലൊരു സാമ്യം എന്നുള്ളത് എന്താണ്? അതുള്ളൊരു കാര്യമല്ലേ. ഇതിന് ഒരു ഉദാഹരണത്തിലൂടെ ഷെയ്ഖ് പറയാണ്, ഫനഹ്നു നഅലമു, നമുക്കറിയാവുന്ന ഒരു കാര്യമാണല്ലോ എന്ത്? അന്ന സെയ്ദൻ, ഈ സെയ്ദ് എന്ന് പറയുന്ന ഒരാള്, ഐനു അംരിൻ, അമ്രു തന്നെയാണ്. എന്ത് കാര്യത്തിൽ? ഫിൽ ഇൻസാനിയത്ത്, മനുഷ്യത്വം എന്നൊരു വിഷയത്തിൽ നോക്കിക്കഴിഞ്ഞാൽ സെയ്ദും അമ്രും തമ്മിൽ ഒരു വ്യത്യാസമില്ല. സെയ്ദും അമ്രും ഒരേ യാഥാർത്ഥ്യം തന്നെ അല്ലേ? മനുഷ്യനല്ലേ? സെയ്ദ് മനുഷ്യനാണ്, അമ്രും മനുഷ്യനാണ്. അതുകൊണ്ടാണ് നമ്മൾ ഹല്ലത്താലൽ ഇൻസാനി ഹീനും മിന ദഹ്ർ എന്ന് ഖുർആൻ പറയുമ്പോ, യാ അയ്യുഹൽ ഇൻസാനു മാ ഗർറക ബിറബ്ബിക്കൽ കരീം എന്ന് ഖുർആൻ പറയുന്ന സന്ദർഭത്തിൽ ആ വിളിയെ എന്നിലേക്ക് ചേർക്കാൻ സാധിക്കുന്നത് എന്തുകൊണ്ടാണ്? അതുപോലെ തന്നെ ഒരു നിസ്കാരത്തിൽ ഇമാം ഓതുമ്പോൾ അദ്ദേഹത്തിന്റെ പിന്നിലെ കുറെ ആളുകൾ മഅ്മൂമീങ്ങളായിട്ടുണ്ടാവും. എല്ലാവർക്കും അവരിലേക്ക് ആ ഒരു ഇൻസാൻ എന്നൊരു വിളിയെ വെച്ച് പിന്നെ ചേർത്ത് വെക്കാൻ സാധിക്കുന്നതുകൊണ്ടാണ്. അവരിലേക്ക് അതിന്റെ ഒരു വിസിറ്റേഷൻ ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ്? എല്ലാവർക്കും ഉള്ള ഒരു യാഥാർത്ഥ്യം ഒരൊറ്റ യാഥാർത്ഥ്യമാണ്, ആ ഇൻസാനിയത്ത് എന്നുള്ള ഒരൊറ്റ ഹഖീഖത്താണ്. അതുകൊണ്ടല്ലേ. അപ്പൊ നമ്മള് ആ ഒരു പിന്നെ ആ അർത്ഥത്തിൽ നോക്കുകയാണ്, സെയ്ദും അമ്രും ഒന്ന് തന്നെയാണ്. സെയ്ദും അമ്രും ഒന്ന് തന്നെയാണ്. ഏത്? ഇൻസാനിയത്തിൽ. വമ ആദത്തിൽ ഇൻസാനിയ, ഒരിക്കലും തന്നെ ഈ ഒരു ഇൻസാനിയത്ത് റെക്കർ ചെയ്യുന്നില്ല, വീണ്ടും വീണ്ടും പിന്നെ വെവ്വേറെ ആയിട്ട് ആയി വരുന്നില്ലല്ലോ. ഓരോ ആളിലേക്കും വീണ്ടും വീണ്ടും വെവ്വേറെ ആയിട്ട് റീവിസിറ്റ് ചെയ്യുന്ന ഒരു സാധനമല്ല ഇൻസാനിയത്ത്. അതൊരൊറ്റ ഹഖീഖത്താണ്. കാരണം എന്താ? ഇതിലവ് ആദത്ത്, ഇങ്ങനെ റെക്കർ ചെയ്യുന്ന ഒരു സാധനമായെന്ന് ഇൻസാനിയത്തെങ്കിൽ എന്തുണ്ടാവും? തക്കസ്സറത്ത്, അതിനൊരു മൾട്ടിപ്ലിസിറ്റി ഉണ്ടാവും, ഒരു ബഹുത്വം, ഒന്നിലധികം എന്നൊരവസ്ഥ അതിനുണ്ടായിത്തീരും. എന്നാൽ അതോ വഹിയ ഹഖീഖത്തും വാഹിദ, അതൊരൊറ്റ യാഥാർത്ഥ്യമാണ്. വൽ വാഹിദു ലാ യതകസ്സറു ഫീ നഫ്സിഹി, ഒരു ഒന്നായിട്ടുള്ള വാഹിദായ ഒരു സാധനം എന്താണ്? അതൊരിക്കലും തന്നെ അതിന്റെ സത്തയിൽ മൾട്ടിപ്പിൾ ആവൂല. അവിടെയാണ് അള്ളാഹുവിന്റെ വാഹിദിയത്ത് എന്നൊരു സംഗതി പറയുന്നത്. വാഹിദിയത്തിലാണ് നമ്മൾ ആ മൾട്ടിപ്ലിസിറ്റി ആദ്യമായിട്ട് കാണുന്നത്. അള്ളാഹു വാഹിദ എന്ന് പറയുമ്പോൾ എന്താണ്? അഹദും വാഹിദും തമ്മിലുള്ള അർത്ഥത്തെ കുറിച്ച് നമ്മൾ പറഞ്ഞിട്ടുണ്ടെന്നുള്ള വ്യത്യാസം. അഹദ് എന്നുള്ള ആബ്സല്യൂട്ട് ആയ ഒരു വണ്ണസ് ആണ്, കേവലമായ ഒരു ഏകത്താണ്. അവിടെ ഒരു വൈവിധ്യങ്ങളും വെളിപ്പെട്ടിട്ടില്ല.
അവിടുന്ന് പിന്നെ അവന്റെ നാമങ്ങളുടേതായ ഒരു ബഹുത്വം ഉണ്ടാകുന്നുണ്ട്. ആ ബഹുത്വം ഉണ്ടാകുന്ന ആ ഒരു ഏകത്വത്തിന്റെ തലത്തെയാണ് നമ്മൾ എന്താ പറയുക വാഹിദിയത്ത് എന്ന് പറയുന്നത്. മനസ്സിലാകുന്നില്ലേ? ഇവിടെ വാഹിദ് വൽ വാഹിദുലായത്തൊക്കെ അവിടെ എന്താണ് അള്ളാന്റെ ദാത്തിന് ഒരു മൾട്ടിപ്ലിസിറ്റി ഉണ്ടാകുന്നില്ല അല്ലെ? അവന്റെ അസ്മാവിൻ്റെതായ ഒരു മൾട്ടിപ്ലിസിറ്റിയാണ് അവിടെ നമ്മൾക്ക് കാണാൻ സാധിക്കുന്നത്. വനഅലമു നമ്മൾക്കറിയാം അന്ന സെയ്ദൻ ലൈസ നമുക്കറിയാം സെയ്ദ് എന്ന് പറയുന്നത് എന്തല്ല വനഅലമു അന്ന സെയ്ദൻ ലൈസ ഐന അംരിൻ ഫി ശഖ്സിയ്യ അതുപോലെ തന്നെ നമുക്കറിയാം എന്നാൽ ശഖ്സിയത്ത് ഇൻഡിവിജ്വാലിറ്റി എന്ന് പറയുന്നതായ ഒരു കാര്യത്തില് സെയ്ദും അമ്രും ഒന്നല്ല എന്നുള്ളത് ഒരൊറ്റ യാഥാർത്ഥ്യമല്ല, ഒന്നല്ല എന്ന് പറയാം. ഇൻസാനിയത്തിൽ എന്താണ് സെയ്ദും അമ്രും ഒന്നാണ്. എന്നാൽ എന്താണ് ശഖ്സിയത്ത് ഇൻഡിവിജ്വാലിറ്റിയിൽ നമ്മൾക്ക് എന്താണ് സെയ്ദും അമ്രും ഒന്നല്ല എന്ന് പറയും. ഇവിടെ നമ്മള് ഇൻഡിവിജ്വാലിറ്റി എന്നുള്ള ഒരു സാധനത്തെ നമ്മൾക്ക് എന്താണ് ഈ ഒരു മൾട്ടിപ്ലിസിറ്റിയുടെ വേൾഡിലാണ് നമ്മൾക്ക് കാണാൻ സാധിക്കുന്നത്. ഈ വേൾഡ് കൂടുതൽ അൺറിയൽ ആണ്. അവിടെയാണ് നമുക്ക് ഇൻഡിവിജ്വാലിറ്റിയെ ഈ ശഖ്സിയത്തിനെ നമുക്ക് കാണാൻ പറ്റുന്നത്. ഇവിടെ എല്ലാം തന്നെ ഈ മോഡേൺ ഇതിൽ പേഴ്സണാലിറ്റി ഇൻഡിവിജ്വാലിറ്റി എല്ലാം തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം കൺഫ്യൂസ്ഡ് ആയിട്ട് ഒരാലാക്കായിട്ടുണ്ട്. സെയ്ദിന്റെ ഇൻഡിവിജ്വാലിറ്റി ഒരിക്കലും എന്താണ് അമ്രിന്റെ ഇൻഡിവിജ്വാലിറ്റി അല്ല. അപ്പൊ ഒരു ഇൻസാനിയത്ത് വിവിധങ്ങളായ ശഖ്സിയത്തുകളായിട്ട് ആളുകളിൽ ഉണ്ടാവും. അപ്പൊ നമുക്ക് എന്താണ് അമ്രിനെ വേർതിരിച്ച് മനസ്സിലാക്കാൻ സാധിക്കും. ഒരിക്കലും അമ്ര എന്ന് പറഞ്ഞൊരു പേഴ്സണ് ഒരിക്കലും എന്താണ് സെയ്ദ് എന്നൊരു വ്യക്തി അല്ലല്ല. ഒരു അമ്ര എന്ന് പറഞ്ഞൊരു ഇൻഡിവിജ്വൽ ഒരിക്കലും സെയ്ദ് എന്ന് പറഞ്ഞൊരു ഇൻഡിവിജ്വൽ അല്ലല്ല. അവർ രണ്ടാളും തമ്മിൽ വിഭിന്നാണ് നമുക്ക് കാണാൻ സാധിക്കും. അത് എന്താണ് കുറെ കൂടി ഒരു ലോവർ ലെവലിലാണ് അവിടെ നടക്കുന്നത്. അപ്പൊ നമുക്കിവിടെ വെരിഫൈ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്താന്ന് പറഞ്ഞാല് ശഖ്സിയത്ത് ഇൻഡിവിജ്വാലിറ്റി ഉണ്ട്. എവിടാ? രണ്ടിലും എന്താണ് രണ്ടിലും രണ്ട് ഇൻഡിവിജ്വാലിറ്റി ഉണ്ട്. ഫനഖൂലു ഫിൽ ഹിസ്സി ആദത്ത് ലിഹാദ ശബ. അപ്പൊ നമ്മൾ പറയുന്നത് എന്താണ് ഈ ഒരു സെൻസറി വേൾഡിൽ ബാഹ്യമായ ഇന്ദ്രിയങ്ങളുടേതായ ലോകത്തിന് നമ്മൾ പറയുന്നത് എന്താണ് ഈ ഒരു അർത്ഥത്തിൽ കാര്യം എന്താണ് പിന്നെ അതിൻ്റെ ഒരു ആദത്ത് ഉണ്ടാകുന്നുണ്ട്. വീണ്ടും വീണ്ടും അത് പിന്നെ ശഖ്സിയത്തായി തന്നെ രണ്ടായിട്ട് വരുന്നൊരു കാര്യമുണ്ട്. അപ്പൊ ഈ ഒരു ശഖ്സിയത്ത് എന്നൊരർത്ഥത്തില് എന്താണ് ഇൻസാനിയത്തിന് ഒരു ആദത്തുണ്ട്. പക്ഷെ ശഖ്സിയത്ത് എന്നുള്ളത് എന്താണ് ഇൻസാനിയത്തിനേക്കാളും ലോവർ ആയ ലെവലിലുള്ള ഒരു റിയാലിറ്റിയാണ്. അതെന്താണ് ഇൻസാനിയത്ത് ഒരു സെൻസറി വേൾഡില് ഡിസ്ക്ലോസ്ഡ് ആവുന്നതിന് മാത്രമാണ് നമ്മൾ ശഖ്സിയത്ത് എന്ന് പറയുള്ളൂ. അവിടെ ശഖ്സിയത്ത് എന്താണ് രണ്ട് ശഖ്സിയത്ത് നമുക്ക് കാണാൻ സാധിക്കും. അവിടെ രണ്ടിടത്തും ശഖ്സിയത്ത് ഉണ്ടാകുന്നുണ്ട്. പക്ഷെ അതൊരൊറ്റ റിയാലിറ്റി തന്നെ എന്താണ് രണ്ടിലും രണ്ട് ഇൻഡിവിജ്വാലിറ്റി ആയിട്ട് മാനിഫെസ്റ്റഡ് ആയതാണ്. അപ്പൊ എന്താണ് നമ്മൾ പറയുക വനഖൂലു ഫി അന്നേരം നമ്മൾ പറയും വനഖൂലു ഫി ഹുക്മി സഹീഹി ലം തഉദ് വനഖൂലു ഫിൽ ഹിസ്സി. അപ്പൊ സെൻസറിയായ ഒരു ഡൊമൈനിൽ നിന്നുകൊണ്ട് നമ്മൾ ശഖ്സിയത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ എന്ത് പറയും കാര്യം ഇവിടെയും അവിടെയും വന്നിട്ടുണ്ട്. അത് ആദത്താണ്, ഒരു റെക്കറൻസ് ഉണ്ടായിട്ടുണ്ട്. എന്നാൽ ശരിയായ ഒരു ജഡ്ജ്മെന്റ് വനഖൂലു ഫി ഹുക്മി സഹീഹ് എന്നാൽ ശരിയായ ഒരു ജഡ്ജ്മെന്റ് എന്നാൽ നമ്മളെന്താ പറയാ ലം തഉദ്. അവിടെ ഒരു ആദത്ത് ഒരു റീവിസിറ്റിംഗ് ഉണ്ടായിട്ടില്ല. രണ്ട് സ്ഥലത്തും വീണ്ടും വീണ്ടും ഒരേ യാഥാർത്ഥ്യം പിന്നെ എന്താണ് വിവിധങ്ങളായ ഭാവങ്ങളിൽ വിസിറ്റ് ചെയ്തിട്ടില്ല. യാഥാർത്ഥ്യം ഒന്ന് തന്നെയുള്ളൂ. യാഥാർത്ഥ്യം 2 തവണ വിസിറ്റ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് യാഥാർത്ഥ്യത്തിന് രണ്ടായിട്ട് മാറണം. അല്ലാതെ ആ ഒരു യാഥാർത്ഥ്യം എന്താവൂല, അതിന്റെ റെക്കറൻസ് ഉണ്ടാവില്ല. യാഥാർത്ഥ്യം എന്താണ് അതൊരു ശഖ്സിയത്തായിട്ട് വരുന്ന സന്ദർഭത്തിൽ ഇതാവാൻ പറ്റും. മനസ്സിലാകുന്നത് ഞാൻ മനസ്സിലാക്കുന്നത്. ഇൻഷാ അല്ലാഹ് ഞാൻ എന്തായാലും അത് വിശദീകരിക്കാം ഒന്നുകൂടി. പിന്നെ ആളുകൾക്ക് കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ എന്നാൽ ഈ ഒരു ഇത് വെച്ചിട്ട് നമ്മൾ നിർത്തുകയും ചെയ്യാം. അപ്പൊ ഇങ്ങനെ നോക്കുകയാണെങ്കിൽ ഫമാസമ്മ ആദത്തും ബി വജിഹിൻ. അപ്പൊ അങ്ങനെ നോക്കുകയാണെങ്കിൽ എന്താണ് ജസാ ആദത്തല്ല. ഒരർത്ഥത്തിൽ നോക്കുകയാണെങ്കിൽ ജസാ ആദത്തല്ല. വസമ്മത്ത് ആദത്തും ബി വജിഹ്. മറ്റൊരർത്ഥത്തിൽ നോക്കിക്കഴിഞ്ഞാൽ എന്താണ് അത് ആദത്താണ്. ഒരു റിയാലിറ്റിയുടെ റിക്കറൻസ്
ആ റിയാലിറ്റി തന്നെ എന്താണ്, അതിന് തന്നെ മാറ്റം വരുന്ന രീതിയിൽ ഉണ്ടാകുന്നില്ല. അള്ളാഹ് തന്നെ എന്താണ് രണ്ടായിട്ട് ഒരിക്കലും അവതരിക്കുന്നില്ല. അപ്പൊ അങ്ങനെ ആദത്തില്ല. എന്നാലോ അള്ളാഹുവിന്റെ ഡിസ്ക്ലോസർ വിവിധ രൂപങ്ങളായി വരുന്നു എന്ന രീതിയിൽ നോക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ജസാ പ്രതിഫലം അള്ളാഹിന്റെ വിട്ട് നമ്മൾ ജസായിലേക്ക് ശ്രദ്ധിക്കാം. ജസാ എന്താണ്, അത് വേറൊരർത്ഥത്തിൽ നോക്കാൻ അതൊരു റെക്കറൻസ് ആണ്. You can say it is in one sense a recurrence and in another sense it's not a recurrence. അതാണ്. അതുകൊണ്ട് കമ അന്ന സമ്മത്ത ജത. അപ്പൊ അതാണ് നമ്മൾ ഇൻസാനിയത്തിനെ കുറിച്ച് നമുക്ക് പറയാം. എന്താണ്, ഇൻസാനിയത്തിനൊരു ആദത്തുണ്ട്. എന്നാൽ വേറൊരർത്ഥത്തിൽ അതിന്റെ ഡീപ്പർ റിയാലിറ്റിയിലേക്ക് നമ്മൾ അതിന്റെ ശരിയായ ഒരു ജഡ്ജ്മെന്റിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അതിനൊരു ആദത്തില്ല. അതേപോലെ നമുക്ക് എന്ത് പറയാൻ പറ്റും, കമാ അന്ന സമ്മത്ത ജസാ ബി വജിഹിൻ കമാ സമ്മത്ത ജസാ ബി വജിഹിൻ. അതുപോലെ നമുക്ക് പറയാൻ പറ്റും അത് ജസാവ് ഒരർത്ഥത്തിൽ എന്താണ്, പിന്നെ ജസായിനെ കുറിച്ച് അത് ജസാവ് എന്നും പറയാം. പിന്നെ എന്താണ്, വേറൊരർത്ഥത്തിൽ നോക്കിക്കഴിഞ്ഞാല് അത് ജസാ അല്ല എന്നും പറയുന്നതായ ഒരവസ്ഥ ഇതിലുണ്ട്. ആദത്തിൻ്റെതായ ഒരു മീനിങ്ങിലേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എന്നാണ് പറയുന്നത്. പക്ഷെ അത് നമുക്ക് അവിടെ നിർത്താം, കാരണം അതിനെയും വിശദീകരിച്ച് പോകണമെന്നുണ്ടെങ്കിൽ സമയം കൂടുതലെടുക്കും. സുബ്ഹാനക്കല്ലാഹു ബിഹംദിക അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. എന്തെങ്കിലും ക്ലാരിഫിക്കേഷന്റെ കാര്യങ്ങളും അല്ലെങ്കിൽ പിരിയാം. വീണ്ടും ഇൻസാനിയത്തും ഷഖ്സിയത്തും എന്നുള്ള ഒരു റിലേഷൻഷിപ്പിലേക്ക് പോകണം. മൾട്ടിപ്പിൾ, അതെ ഒരു യൂണിറ്റിയും ഒരു മൾട്ടിപ്ലിസിറ്റിയും എന്നുള്ള ഇതൊക്കെ ഇപ്പൊ മോഡേൺ ഇതിൽ ഈ കാറ്റഗറീസ് എല്ലാം കംപ്ലീറ്റ് കൺഫ്യൂസ്ഡ് ആണല്ലോ, ഈ പേഴ്സണാലിറ്റിയോ ഇൻഡിവിജ്വാലിറ്റി എന്നൊക്കെ പറയുന്നത്. അത് വേറൊരു കോസ്മോളജിയിലും ഉണ്ടാവില്ല അല്ലെ ഇങ്ങനത്തെ വാക്കുകൾ. ഷഖ്സിയാന്നൊക്കെ പറഞ്ഞല്ലേ, ഇഖ്ബാലിന്റെ ഇതൊക്കെ ഉണ്ടല്ലോ, ഖുദി എന്ന് പറഞ്ഞിട്ട് ഐഡിയ. എനിക്ക് എന്റെ ഒരു ഓർമ്മശീലാണ് ഗ്വെനോണി വിഷയത്തെ കുറിച്ച് സംസാരിച്ചത്. അവരുടെ സംഗതികൾ ശരിക്കും ഒരു ഷെയ്ഖുൽ അക്ബറിന്റെ ഒരു വിറാസത്തിന്റെ ഇതുണ്ടല്ലോ, അത് ഞാനത് നോക്കിയിട്ട് പെട്ടെന്ന് കാണുന്നില്ല. അതെനിക്ക് ഇൻഡിവിജ്വാലിസത്തെ കുറിച്ചൊക്കെ മുമ്പ് കുറെ ചർച്ച ചെയ്തിട്ടുണ്ട്. എന്നാലും പിരിയാലേ. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. വലൈക്കും അസ്സലാം.